ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്നവർ. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സെഷനായിരിക്കും. ആരും പേടിക്കണ്ട, കുറച്ച് ഫണ്ണായിരിക്കും. ക്യൂരിയസ് ആവുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ സെഷൻ ആരംഭിച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ആകെയുള്ളൊരു എയിം ഇതാണ്: കുറേ പെൺകുട്ടികളെയും കുറേ ആൾക്കാരെ ട്രാവൽ ചെയ്യാനായിട്ട് ഇൻസ്പയർ ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. ആൻഡ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് 3 വേരിയസ് രീതികളിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാളെ വെച്ച് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗൗരിനെ ഞാനൊരു ഗട്ട്സി ട്രാവലർ എന്നാണ് വിളിക്കുന്നത്. ഗൗരിയുടെ കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലെ എല്ലാ കഥകളും എവിടെയൊക്കെ പോകുന്നോ, നമ്മൾ ഈ സാധാരണ കാണുന്ന സ്ഥലങ്ങളിലൊന്നുമല്ല ഗൗരി ട്രാവൽ ചെയ്യുന്നത്. വളരെ ഇപ്പം സെമിത്തേരി അങ്ങനത്തെ കുറേ ഏരിയാസിലൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് അവിടുത്തെ കഥകൾ നല്ല രസമായിട്ട് നറേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഗൗരി. ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഗൗരി. താങ്ക് യു ഗൗരി ഫോർ ബീങ് ഹിയർ. ആൻഡ് നെക്സ്റ്റ്, നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ആക്ടർ ആൻഡ് ഐ വുഡ് സേ എ ബോസ് ബാഡാസ് ട്രാവലർ. അപ്പം ആക്ടിങ്ങിലൂടെ ട്രാവൽ ചെയ്ത് കുറേ സ്റ്റോറീസും ഒക്കെ ഇട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്ത അനുമോൾ ആണ് നമ്മുടെ കൂടെയുള്ളത്. താങ്ക് യു ഫോർ ബീങ് ഹിയർ. ആൻഡ് ഒരുപാട് എക്സ്പീരിയൻസസും, അതായത് ട്രാവൽ ചെയ്യുന്നതിൽ ഒരു പേർപ്പസ് കണ്ടുപിടിച്ച് കുറേ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത ഒരു ട്രാവൽ റൈറ്റർ, നമ്മുടെ സ്വന്തം മാതൃഭൂമിയുടെ മാഗസീനായിട്ടുള്ള യാത്രാ മാഗസീനിലെ കോളംനിസ്റ്റ് ആൻഡ് പ്രൊഫസർ മിത്ര സതീഷ്. താങ്ക് യു മാം ഫോർ ബീങ് ഹിയർ. യെസ്. അപ്പോൾ 3 പേരുടെയും യാത്രാ രീതികൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമ്മുടെ ഓഡിയൻസിനോടൊന്ന് പറയുമോ? എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ഗൈസ് സ്റ്റാർട്ട് ട്രാവലിംഗ്? യെസ്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ചൈൽഡ് ആയിരുന്നു ഞാൻ. അപ്പോൾ എന്തുകൊണ്ടോ പണ്ട് തൊട്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് കാണാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് ട്രാവൽ ആൻഡ് ലിവിങ് അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെയൊക്കെ ട്രാവൽ ഡോക്യുമെൻ്ററീസ് ആണ്. അപ്പം അതിൽ എടുത്തു പറയേണ്ടത് NDTV ഗുഡ് ടൈംസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഹൈവേ ഓൺ മൈ പ്ലേറ്റ് എന്നും പറഞ്ഞു. അപ്പോൾ റോക്കി ആൻഡ് മയൂർ എന്ന് പറഞ്ഞ് 2 പേര്, ഒരാൾ വെജാണ് ഒരാൾ നോൺ വെജാണ്, ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ നാഷണൽ ഹൈവേയിലുള്ള ധാബാസ് എല്ലാം ഇങ്ങനെ കവർ ചെയ്യുന്നതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള തീം എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് ഉപരി ഏറ്റവും കൂടുതൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ ഇൻറ്ററാക്ഷനാണ്. വളരെ രസമാണത് കണ്ടുകൊണ്ടിരിക്കാൻ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആ ഒരു ക്രോസ് സെക്ഷൻ നമ്മളിങ്ങനെ പോകുമ്പോൾ എത്രമാത്രം വൈവിധ്യമുണ്ടെന്നും അതിനെല്ലാം അപ്പുറം എത്രമാത്രം ഈ വൈവിധ്യങ്ങൾക്കും അപ്പുറം നമ്മൾ എത്രമാത്രം സിമിലർ ആണെന്നുമൊക്കെ ഒരു ബോധ്യം ഉണ്ടാക്കി തരുന്ന ഒരു ഷോ ആയിരുന്നു അത്. പിന്നീട് വളർന്നു വന്നപ്പോൾ ആന്റണി ബോർഡനെ പോലുള്ള വ്യക്തികളുടെ ഷോ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒറ്റയ്ക്ക് യാത്രകൾ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു റോൾ മോഡൽ എന്നൊന്നും പറയാൻ അന്ന് ഇൻ്റർനാഷണൽ മീഡിയയിൽ പോലും അങ്ങനൊരു ഫീമെയിൽ ട്രാവലർ എന്ന് പറഞ്ഞൊരു പ്രോട്ടോടൈപ്പ് അധികം കണ്ടുവരാനില്ലായിരുന്നു. അപ്പോൾ എന്ത് തന്നെ ആയാലും +2 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ചെന്നൈയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് അന്ന് തൊട്ട് ഈ പറഞ്ഞ പോലെ പോക്കറ്റ് മണിയിൽ തുടങ്ങി പിന്നീട് ഇന്ന് വരെ ഒരു ഓൾമോസ്റ്റ് ഒരു 15 years ആയിട്ട് ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. യാത്രയുടെ ഏറ്റവും വലിയൊരു, എനിക്ക് ഏറ്റവും ആനന്ദം പകരുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ തന്നെയാണ്. ഒരു സ്ഥലം നമ്മൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തെ ഒരു 10-15 ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് 1 അവിടുത്തെ മനുഷ്യരുമായിട്ട് സംസാരിക്കുക, 2 അവിടുത്തെ ഭക്ഷണം അറിയുക. നമ്മൾ ആ വ്യക്തികളുമായിട്ട് ഒരു കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മളൊരു ക്യൂരിയോസിറ്റി കാണിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് അവരുടെ ഭക്ഷണം നമ്മൾ രുചിക്കുന്നതും അല്ലെങ്കിൽ അതിന് പിന്നുള്ള കഥകൾ നമ്മൾ ചോദിക്കുന്നതുമെല്ലാം. പിന്നെ 3 ആ സ്ഥലത്തിൻ്റെ ചരിത്രം അറിയുക, അതിൻ്റെ ഇന്നലകൾ അറിയുക, ഇന്നതെങ്ങനെ അതെവിടെ നിൽക്കുന്നു എന്നറിയുക, പിന്നെ അതിൻ്റെ ഒരു സംസ്കാരം തേടി പോവുക. ഇതിനെല്ലാം ഈ ഒരു 3 ആസ്പെക്റ്റ്, മനുഷ്യർ, ഭക്ഷണം, ഹിസ്റ്ററി, ഈ 3ഉം ആണ് എൻ്റെ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഈ 3ഉം അറിഞ്ഞാൽ ആ സ്ഥലത്തെ അല്പമെങ്കിലും അറിഞ്ഞു എന്ന് നമുക്ക് ഒരു സമാധാനത്തോടെ നമുക്ക് ആ സ്ഥലത്തുനിന്ന് തിരിച്ചു പോരാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഒരു യാത്ര ഒരു ചുരുക്കി പറയാനാണെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കും പറയുക. ഓക്കെ. അനു? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. സന്തോഷം നമ്മളെ കേൾക്കാൻ ഇത്രയും ആളുകൾ ഇവിടെ വന്നിരുന്നത്, കാണുന്നത്. ആൻഡ് മാതൃഭൂമിക്കും ഒരു താങ്ക്സ്. എന്താ വെച്ചാൽ എനിക്ക് കുശുമ്പും അസൂയയും തോന്നിയിട്ടുള്ള 2 യാത്ര ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതിനൊരു ഓപ്പർച്യൂണിറ്റിക്ക് താങ്ക്സ്. അപ്പം യാത്ര എങ്ങനെയാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ.
എപ്പോഴോ എവിടെയോ ഇപ്പം എൻ്റെ ലൈഫിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എൻ്റെ ലൈഫിലേക്ക് ഇങ്ങോട്ട് വരിക ചെയ്യാം, എനിക്ക് അങ്ങോട്ട് പോണ്ടി വരാറില്ല. അപ്പം ചെറുപ്പം മുതലേ യാത്രയോടൊരു താല്പര്യം ഉണ്ട് തോന്നണോ. അച്ഛന് ഊട്ടിയിൽ ബിസിനസ് ഉണ്ടായിരുന്നു, ഞാൻ പട്ടാമ്പിക്കാരിയാണ്. അപ്പം എൻ്റെ അച്ഛൻ ഊട്ടിയിൽ ബിസിനസ് ഉള്ള സമയത്ത് എല്ലാ മാസവും അക്കൗണ്ട്സ് നോക്കാൻ പോകും. ഓക്കെ. അപ്പം ഞാൻ എല്ലാ മാസവും വണ്ടി കയറിയിരിക്കും. അപ്പം നമ്മൾ കുട്ടികളാവുമ്പോൾ ഉണ്ടല്ലോ, ഉടുപ്പ് മാറ്റിയിട്ട് വാന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിട്ടിട്ട് അച്ഛൻ അങ്ങ് പോവും, നമ്മളെ കൂട്ടാണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ ഷിമ്മീസൊക്കെ ഇട്ടിട്ട്, ഞങ്ങളൊക്കെ അവിടെ ആ കാലത്ത് കുട്ടികൾ ഷിമ്മീസൊക്കെ ഇടും. ഞാൻ ഷിമ്മീസൊക്കെ ഇട്ട് ഊട്ടി പോയിട്ടുണ്ട്. അവിടെ പോയിട്ടാണ് എനിക്ക് സ്വെറ്റർ മേടിച്ച് തരാം. ആ തണുപ്പത്തെ പക്ഷേ എങ്ങാനും ഉടുപ്പ് മാറ്റാൻ പോകുമ്പോൾ നമ്മളെ കൂട്ടാണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതിനൊരു എണ്ണമില്ല, 30 40 എത്രയോ പ്രാവശ്യം ഞാൻ ഊട്ടി പോയിട്ടുണ്ടാവും. അങ്ങനെ അപ്പം തൊട്ട് യാത്രയോട്. അപ്പം അമ്മയൊക്കെ വിചാരിക്കും ഇവൾക്ക് എന്താ ഇത്ര ദൂരം പോകാനിഷ്ടം, അവിടെ എന്താ കാണാനുള്ളത് എന്നുള്ള പോലെയാണ്. എൻ്റെ അമ്മയും അനിയത്തിയും ഒട്ടും ഒരു 10 മിനിറ്റ് പോലും യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ മരിച്ചു, പിന്നെ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങി, പല പല ലൊക്കേഷൻസ്. അപ്പം ഞാൻ ഒരു 2009-10 മകിൽച്ചി എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യുമ്പം നാഗർകോവിലാണ് ഷൂട്ട്. ഞാൻ എല്ലാ ലൊക്കേഷനിലും ഡ്രൈവ് ചെയ്ത് ഞാൻ തന്നെയാണ് പോവാം. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഒരു 2-3 ഡേയ്സ് എക്സ്ട്രാ അവിടെ നിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഈ പാടത്തും ഒരു ഇരണ്ണിയൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ 2009 അപ്പം ഇങ്ങനൊരു ഡോക്യുമെൻറ്റിങ് അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലല്ലോ. അപ്പം ഇരണ്ണിയൽ എന്നാണ് തോന്നുന്നു. അപ്പം അവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കൊരു സോങ് ഷൂട്ട് ഉണ്ടായുള്ളൂ. ഷൂട്ട് കഴിഞ്ഞ് 2 ദിവസം ഞാൻ അവിടെ പോയി ആ പാറപ്പുറത്ത് കുറേ സമയം ഇരിക്കുന്നു, ആ പാടത്ത് കുറേ സമയം ഇരിക്കുന്നു, അവിടെ വരുന്ന അപ്പൂപ്പന്മാരോടൊക്കെ സംസാരിക്കുന്നു. തമിഴൊന്നും അപ്പം വലിയ വശമില്ല, പക്ഷെ ഞാൻ ഭയങ്കര മലയാളം ഇങ്ങനെ നീട്ടിയും വലിച്ചും പറഞ്ഞ് എൻ്റെ വിചാരം അത് തമിഴാന്നായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ ലേശം കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ടു അന്ന്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ് യാത്രകൾ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാനൊരു ആക്ടർ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വരുമോ എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പം 2017 ഞാനൊരു പ്രോപ്പർട്ടി പോയി, വയനാട്. അപ്പം കാടിൻ്റെ ഉള്ളിൽ ഒരു 8-10 കിലോമീറ്റർ നമ്മൾ ഓഫ് റോഡൊക്കെ പോയിട്ട് നമ്മൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. നമ്മൾ ആ താമസിക്കുന്ന റൂമിൻ്റെ പുറത്തൊക്കെ നോക്കിയാൽ ചെടികൾക്കൊന്നും തലയില്ല, കാട്ടുപോത്ത് വന്ന് കടിച്ചതാന്നൊക്കെ പറയുക അവർ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി താമസിച്ചു. അവിടെ ഈ ഇതൊക്കെ ഏലൊക്കെ നുള്ളാൻ വരുന്ന ചേച്ചിമാരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടന്മാരും ചേച്ചിമാരും. വേറെ നമുക്കങ്ങനെ ആളുകൾ വരുമോ അങ്ങനെ ഒന്നുമില്ല. ആ ഒരു 3 ദിവസം ഞാൻ റിയലൈസ് ചെയ്തു എന്തൊരു പീസ്ഫുള്ളാണ്, എന്തൊക്കെ തോട്ട്സാണ് നമുക്ക് വരുന്നത്. എന്ന് വെച്ചാൽ അവിടെ നെറ്റില്ല, TV ഇല്ല, റേഡിയോ ഇല്ല, ഒന്നുമില്ല. നമുക്ക് ബുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. വെറുതെ ഇരുന്ന് ഇങ്ങനെ അവിടുത്തെ ഒച്ചകൾ സൗണ്ടുകൾ കേട്ടുകൊണ്ടിരിക്കുക. അവിടെ ഒരു കുട്ടി വാട്ടർഫോൾ ഉണ്ടായിരുന്നു, അതിൽ പോയി ഇങ്ങനെ കിടക്കുക. അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ വലിയൊരു യാത്രയൊന്നും അല്ലെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം ആലപ്പുഴ വരുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഹൈ വേറെയാണ്. അത് ഞാൻ ഇടയിൽ പറയാം ആ ഒരു ട്രിപ്പിൻ്റെ കാര്യം. അപ്പം അങ്ങനെ സ്ലോലിയാണ് തുടങ്ങിയത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ ബെറ്റർ പേഴ്സൺ ആക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഇത് തരുന്നുണ്ട്. കുറേ ഞാൻ ക്ഷമിക്കാനൊക്കെ പഠിച്ചു, പേഷ്യൻസ് ഒക്കെ വന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്കിത് കിട്ടുന്നുണ്ട്. ഒരുപാട് കഥകൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അങ്ങനെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം. കുറേ മനുഷ്യന്മാരെ കാണുക, അവരുടെ കഥകൾ കേൾക്കുക. അവരുടെ കഥകൾ കേട്ട് കഴിയുമ്പോൾ അയ്യോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, നിങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, അവരുടെ ചിരി. അപ്പം മനുഷ്യർ അല്ലെങ്കിൽ ഏത് നാട്ടിൽ പോയാലും എൻ്റെ ഒരു ട്രാവൽ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇലയും പുല്ലും അവിടുത്തെ പൂക്കളും അവിടുത്തെ ജീവികളും മനുഷ്യരുടെ മുഖങ്ങളൊക്കെ കൂടുതലുണ്ടാവും. എനിക്ക് അങ്ങനെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം. ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഭക്ഷണം കഴിക്കുക, അവരുടെ വീട്ടിൽ പോയി കഴിക്കുക, അവരുടെ അടുക്കളയിലൊക്കെ കയറി ഇതെൻ്റെ വീടാന്നുള്ള ഭാവത്തിൽ അവിടെ അങ്ങനെ നടക്കുക. അപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അറിയാതെ യാത്രയിൽ വന്ന് അതിൻ്റെ ഒരു ഹൈ ഇങ്ങനെ ആ ഒരു ലഹരി കിട്ടി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ശരി, ബ്യൂട്ടിഫുൾ സ്റ്റോറി. അപ്പം മിത്ര മാം എങ്ങനെയാണ് തുടങ്ങിയത്? എല്ലാവർക്കും നമസ്കാരം. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ വേസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് ഒരു 40 വയസ്സ് വരെ ഞാൻ കരുതിയിരുന്നത്. യാത്രകൾ ഒരിക്കലും ഞാൻ എൻ്റെ ഡ്രീംസിലും ഇല്ലായിരുന്നു, യാത്ര പോകണമെന്നും ഇല്ലായിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് ഹസ്ബൻഡ് IT ഫീൽഡിലായതുകൊണ്ട് ധാരാളം യാത്ര ചെയ്യും. അപ്പോഴൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും എന്തിനാണ് ഈ പൈസ കളയാൻ വേണ്ടി പോകുന്നതെന്നായിരുന്നു എൻ്റെ ധാരണ. അപ്പം അത് മാറിയതൊരു 40 ഇയേഴ്സിലാണ്. ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറയാം, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സ്വയം തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കണം തോന്നി. അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പം
പിന്നെ നമുക്ക് അടുത്തത് തോന്നുന്നത് ഫേസ്ബുക്കിലൊക്കെ ഇടണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകണം. അപ്പം അങ്ങനെ യൂറോപ്പായിരുന്നു ആദ്യത്തെ. കാരണം യൂറോപ്പിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര പാടാണ്, വിസ കിട്ടണം, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ചുമ്മാ ഇരുന്ന് സ്റ്റാഫ് റൂമിലിരുന്ന് സംസാരിച്ചപ്പോഴാണ് ഒരു ടീച്ചർ പറഞ്ഞത് അവരുടെ ഫ്രണ്ട്സ് ഈ ഇടയ്ക്ക് ഭൂട്ടാനിൽ പോയി, വിസയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഭൂട്ടാനിൽ പോകാമെന്ന് വെച്ചാൽ. അന്നും വരെ ഭൂട്ടാൻ എന്നൊരു രാജ്യം ഉണ്ടെന്നല്ലാതെ അങ്ങനെ പോകണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ഭൂട്ടാൻ ഒരു 2-3 ദിവസം വായിച്ചപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റായി, രസമുള്ളൊരു കൺട്രിയും തോന്നി, പോകാൻ ഇഷ്ടമായി. അപ്പോൾ നോക്കുമ്പം കൂടെ വരാൻ ആരുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സോളോ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നും ആരോടും പറഞ്ഞില്ല, കാരണം എനിക്ക് തന്നെ അറിയില്ല ലൈക്ക് എന്താകും, ഇനി അവിടെ വെച്ച് എന്ത് സംഭവിക്കും, നമ്മൾ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും, ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ഏകദേശം ഒരു 2 വീക്സോളം ഭൂട്ടാനിൽ വില്ലേജസിൽ കൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ആയത്. കാരണം ലൈക്ക് ആ ട്രാവൽ എന്ന് പറയുന്നത് വെറുതെ നമ്മൾ കാഴ്ച എന്നുള്ളതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് റിഫോം ചെയ്യാനുണ്ട്, നമുക്ക് മാറാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത് ആ ഭൂട്ടാൻ യാത്രയായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു പ്രാന്ത് പിടിച്ച പോലെയാണ് ഇപ്പോൾ യാത്ര ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്ന് പറയുന്നതൊന്നും നമുക്ക് ആർക്കും ഗ്യാരണ്ടി ഉള്ള സാധനമല്ല. അപ്പോൾ ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുക, അല്ലാതെ പിന്നെ ഞാൻ റിട്ടയർ ചെയ്തിട്ട് പോകാമെന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല. പിന്നെ എസ്പെഷ്യലി നമ്മളൊരു കോളേജിൽ, ഒരു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നം ലീവ് എപ്പോഴും പ്രോബ്ലമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഘട്ടത്തിൽ ലീവ് എടുക്കാമെന്നുള്ളൊരു തീരുമാനം. ഒരു 1 ഇയറോളം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ലോസ് ഓഫ് പേ ലീവിലോട്ട് പോയി. ഇപ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ലോസ് ഓഫ് പേ ലീവിൽ കയ്യിലുള്ള പൈസ എല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ സ്റ്റോറീസ് നമ്മൾ കേട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്, 3 പേരും സ്ത്രീകളാണ്. ഒബ്വിയസ്ലി വരുന്നൊരു ചോദ്യമാണ്, ഒറ്റയ്ക്കോ, എങ്ങനെ? അതും നിങ്ങൾ എങ്ങനെയാണ് ഫാമിലി മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്തത്? അതാണ് എനിക്ക് കേൾക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ടു ട്രാവലിംഗ്. പിന്നെ നമുക്ക് ഭയങ്കര പാടാണ്, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി അപ്പം തന്നെ ചോദ്യമാണ്. നമ്മുടെ മ്ലാത്തി ചേട്ടത്തി പറഞ്ഞിട്ടുണ്ട്, കേരള ഗേൾസ് ആർ വെരി മച്ച് പ്രൊട്ടക്റ്റഡ് എന്ന്. അതായത് നമ്മളെ എങ്ങും ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു രീതി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഹൗ ഡിഡ് യു ഗൈസ് കൺവിൻസ്? ആദ്യത്തെ പടി എന്ന് പറയുന്നത് കൺവിൻസ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഇവരുടെ എല്ലാം സമ്മതത്തോടെ, ഇവരുടെ എല്ലാം വാലിഡേഷനോടെ യാത്ര ചെയ്യാൻ നിന്നാൽ ഈ അടുത്ത കാലത്തെങ്ങും യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ജെൻഡർ കണ്ടീഷനിങ് ഉള്ള കൂട്ടത്തിലാണ്. അത് എന്താ, നമ്മൾ ജനിച്ച് വീഴുന്ന കാലം തൊട്ട് നമ്മളിങ്ങനെ നമ്മൾ കണ്ടീഷൻഡാണ്. അതായത് ഈ ലോകം ഭയങ്കര ഡേഞ്ചറസ് ആണ്, നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളുണ്ട്, പല രീതിയിൽ നമ്മൾ ആക്രമിക്കപ്പെടാം എന്നെല്ലാം നമ്മൾ കണ്ടീഷൻഡാണ്. ഇങ്ങനൊരു ഭയത്തോടെ തന്നെയാണ് ഓരോ പെൺകുട്ടിയും വളർന്നു വരുന്നത്. അപ്പോൾ ഈ ഭയത്തിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഭയത്തോടെ തന്നെ യാത്ര ചെയ്ത് തുടങ്ങാന്നുള്ളത്. യു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് തന്നെയാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ, നമ്മൾ ഒരു യാത്ര നമ്മൾ പോയി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു വലിയ സത്യമുണ്ട്, നമ്മുടെ വീട്ടിൽ നമുക്ക് വരാവുന്ന അപകടങ്ങളെ നമുക്ക് പുറത്തും വരാനുള്ളൂ. ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവളുടെ നാട്ടിലോ എത്രമാത്രം സേഫോ അൺസേഫോ ആണ്, അത്ര തന്നെ സേഫോ അൺസേഫോ ആയിട്ടേ പുറത്തുള്ളൊരു ലോകവും അവളെ റിസീവ് ചെയ്യത്തുള്ളൂ. അപ്പം ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ആ ഒരു റിയലൈസേഷൻ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഫസ്റ്റ് ആ റിയലൈസേഷൻ ഉണ്ടാവണം. അതായത് നമുക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, നമ്മുടെ ഒരു സിക്സ് സെൻസും അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോമൺ സെൻസും എല്ലാം വെച്ച് നമുക്കൊരു പുതിയ സ്ഥലം നാവിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ ആദ്യം നേടിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വെൽവിഷേഴ്സ് ആണ് നമ്മുടെ ചുറ്റുമുള്ളവരെങ്കിൽ, അതായത് നമ്മളുടെ ഈ സോ കോൾഡ് നമ്മളോടുള്ള സേഫ്റ്റി കൺസേൺ മാത്രമാണ് അവർ നേരിടുന്ന ഒരു പ്രശ്നം. നമ്മൾ പോകണ്ട എന്ന് നമ്മളോട് പറയുന്നത് കാരണം നമ്മുടെ സേഫ്റ്റി കൺസേൺ മാത്രമാണെങ്കിൽ അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കും വി ആർ മോർ ദാൻ കേപ്പബിൾ ഓഫ് വെഞ്ചറിങ് ഔട്ട് അലോൺ എന്നുള്ളത്. ഇനി അതല്ല, ഈ സേഫ്റ്റി കൺസേണിൽ എല്ലാം അപ്പുറം എന്തിനു പോകുന്നു എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ അവരെ ഒരിക്കലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നൊരു പോയിന്റിൽ നമ്മൾ എത്തുകയാണ്. ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ചിലവാക്കാനുള്ള പൈസ അവൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുന്നൊരു പോയിന്റിൽ എത്തുകയാണെങ്കിൽ എല്ലാവരുടെയും സമ്മതമൊക്കെ എഴുതി മേടിക്കാതെ യാത്ര ചെയ്ത് തുടങ്ങുക, പിന്നെ വരുന്നത് ആ വഴിയെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റൈറ്റ്. എന്താണ്
എനിക്ക് തോന്നുന്നു ആദ്യം നമ്മളെ തന്നെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്. ഒരു യാത്ര പോകണം, എനിക്ക് കാണണം, ഇതൊക്കെ നമ്മൾ തന്നെയാണ് തോന്നുന്നു ആദ്യം കൺവിൻസ് ചെയ്യേണ്ടത്. അപ്പോൾ നാച്ചുറലി എനിക്കങ്ങനെയാണ് തോന്നിയിട്ടില്ല. ചുറ്റുമുള്ള ആളുകൾക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരില്ല. നമ്മളുടെ ആ ഒരു കോൺഫിഡൻസും നമ്മളുടെ ആ ഒരു ധൈര്യമൊക്കെ കാണുമ്പോൾ ചുറ്റുമുള്ള ആളുകൾക്ക് ഇവള് പോയി വരും എന്നുള്ളൊരു തോന്നൽ വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ലക്കിലി എൻ്റെ വീട്ടിൽ ഞാനാണ് മൂത്ത കുട്ടി, അനിയത്തിയാണുള്ളത്, അമ്മയാണെങ്കിൽ ഒരു സാധു അമ്മയാണ്, ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പോലും അറിയാത്തൊരു സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് അമ്മ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബോൾഡായിട്ടുള്ള ലോകം കയ്യിൽ കൊണ്ടുവരും എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി ഞാനാണ് എൻ്റെ അമ്മയ്ക്ക്. അപ്പം എന്താണെങ്കിലും ഇപ്പം അനിയത്തി അമ്മയൊക്കെ ആണെങ്കിലും ഒരു മുട്ടായി വാങ്ങണമെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കണോ, എന്തോ അവർക്ക് അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ഒരു അമ്മയും അനിയത്തി ഉണ്ട്. ഞാൻ പോയി വരും, ഞാൻ എന്ത് ചെയ്താലും ശരിയാവും. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ട്രസ്റ്റ് എൻ്റെ മേലുള്ള ഒരു ഫാമിലി ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ അമ്മ എപ്പോഴും പറയും എനിക്ക് എങ്ങോട്ടും കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഞാൻ 9ാം ക്ലാസ് വരെ ഞങ്ങൾ മലമ്പുഴയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും. 1 തൊട്ട് 9 വരെ ഞാൻ മലമ്പുഴ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറയും സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ പോയിക്കോളൂ, അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പൊക്കോളൂ, എനിക്ക് ഒറ്റയ്ക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മ അഭിമാനമായിട്ട് കാണാൻ തുടങ്ങി ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. എൻ്റെ മോൾ ഒറ്റയ്ക്ക് പോയി വരും എന്നുള്ളതൊരു അഭിമാനമായിട്ട് കാണുന്ന അമ്മയായി. അപ്പം അതെനിക്കൊരു വലിയ ഭാഗ്യവും എൻ്റെ ഒരു വലിയ ധൈര്യവും എൻ്റെ ഒരു കോൺഫിഡൻസും ഒക്കെ അതാ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തീരുമാനിക്കുകയാണ്. നമുക്ക് ഒരുപാട് പേര് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ പോകുമ്പോൾ നല്ല ജീവിതം തന്നെ, സുഖം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് അടിക്കും. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ. നമ്മൾ ഇപ്പം നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും വേണ്ട, നമുക്കൊരു 2 ദിവസത്തെ ബ്രേക്കേ കിട്ടണുള്ളൂ വെച്ചാൽ 2 ദിവസത്തിൽ നമുക്കൊരു സ്ഥലത്ത് പോയി വരാൻ പറ്റും. ഞാൻ ജോസ്ലിനോട് ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം കുട്ടനാട് കൈനഗിരി പോയപ്പം എനിക്കൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഒരു 3 മാസം ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാ മനുഷ്യരോടും കൈനഗിരി കഥ പറഞ്ഞ് നടക്കുക. എന്താ വെച്ചാൽ റോഡ് നമ്മൾ യൂസ് ചെയ്യണ പോലെയാണ് അവിടെ കനാൽസ്, ഈ കായലിൻ്റെ കൈവഴികൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് മലയാളികളതുകൊണ്ട് അറിയുമായിരിക്കും. നമ്മൾ സ്കൂൾ ബോട്ട് വരും, ന്യൂസ് പേപ്പർ ബോട്ട് വരും, പച്ചക്കറി ബോട്ട്, പലചരക്ക് ബോട്ട്, ചായയും കൊണ്ടൊരു ചേച്ചി ബോട്ടിൽ വരുന്നു, വിനീസ് പോലെയാണ് അല്ലേ? അപ്പം അങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ കമ്പയർ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ റോഡ് കൈകാര്യം ചെയ്യും. പിന്നെ അതുമാതിരി നമ്മളൊക്കെ വീട്ടിലിങ്ങനെ നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള കാറുകൾ ഉണ്ടാവില്ലേ, അവർക്കും അങ്ങനെയാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള ബോട്ടുകളും ആ തോണിയിലിരിക്കുന്ന കസേര അതിനൊക്കെയുള്ള രൂപവ്യത്യാസങ്ങൾ ഉണ്ടാവും. പ്ലാസ്റ്റിക് ഉണ്ടാവും, വലിയ കൗച്ച് ഉണ്ടാവും, ഡിസൈനർ ചെയർ അങ്ങനെ അതുണ്ടാവും. പിന്നെ അതിൻ്റെ റൂഫ്, അതിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരുടെ. അപ്പം അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഇതെന്തത് നമ്മുടെ തൊട്ടപ്പുറത്ത് വേറെ ഒരു ലോകമാണല്ലോ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാ വീട്ടിലും ചേച്ചിമാരും ഇങ്ങനെ ചൂണ്ടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. വൈകുന്നേരത്തെ ഡിന്നറിനുള്ള മീൻ പിടിക്കുക. അപ്പം ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റും കണ്ടപ്പോഴേ അത്ര ദൂരം നമ്മൾ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാവർക്കും അത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ വിചാരിച്ച് നമ്മളൊരു സമയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ കയ്യിൽ പൈസ ഒന്നുമായിട്ട് നമ്മളാരും എങ്ങോട്ടും പോവില്ല. പൈസ എന്ത് വന്നാലും നമ്മൾ അതിനപ്പുറത്ത് വേറൊരു ചിലവ് കണ്ടുപിടിക്കും. അപ്പോൾ ഈ യാത്രയ്ക്കും കൂടെ ഉള്ള ഒരു സാധനം മാറ്റി വെച്ച് യാത്ര ചെയ്യുന്നത് ഭയങ്കര, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പൈസ ചിലവാക്കണ കാര്യമല്ല, അതൊരു വലിയൊരു അസറ്റാണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയാൽ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചധികം ഈ ആഫ്റ്റർ കോവിഡ് കുറേ യാത്ര ആളുകൾ ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ലൈഫിനെ ബെറ്റർ ആക്കും. നമ്മൾ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതം കാണുകയാണ്. നമ്മളെപ്പോലത്തെ മനുഷ്യർ, ചിലത് നല്ലതും ചീത്തതും ഒക്കെ. ഇതേമാതിരി ഞാനൊരു ഷൂട്ടിന് കാസർഗോഡ് പോയിരുന്ന സമയത്ത് എൻ്റെ ലൈഫ് മാറ്റിയൊരു ഇൻസിഡൻ്റാണ്, ഒരു യാത്രയാണ്. ഞാൻ അമീബ പിന്നെ വലിയ ചെറുകുള്ള പക്ഷികൾ 2 സിനിമയും 2ഉം എൻഡോസൾഫാൻ ബേസ്ഡ് സിനിമകളാണ്. അപ്പോൾ എനിക്ക് ആ സ്ഥലങ്ങളിലും അങ്ങനത്തെ ആളുകളെയൊക്കെ ഞാൻ പോയി കാണുകയും അവരുടെ കൂടെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കൈനഗിരി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നോർത്ത് സൈഡ് അപ്പുറത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവിടെ കുട്ടികൾക്ക് ലൈറ്റും ശബ്ദവും അലർജിയാണ്. ചില കുട്ടികൾക്ക് 15-16 വയസ്സുണ്ട്, പക്ഷേ ഒരു 1.5 വയസ്സിൻ്റെ ശരീരവും വലിയ തലയും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ പല പല കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളുടെ വലിയ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പുതിയ ഐഫോൺ ഇറങ്ങി മേടിച്ചില്ല, ഞാൻ ആ പരിപാടിക്ക് പച്ചസാരി ഇടണമെന്ന് വിചാരിച്ചിട്ട് പച്ചസാരി തപ്പിയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ മക്കളൊക്കെ ആണെങ്കിൽ പെൻസിൽ വാങ്ങിച്ചു തന്നില്ല, ബുക്ക് വാങ്ങിച്ചു തന്നില്ല, ലാപ്ടോപ്പ്. ഇങ്ങനെ നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ കൂട്ടത്തിൽ കുറേ മനുഷ്യരിങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് ആ കുട്ടികളുടെ തെറ്റല്ല, നമ്മളുടെ മുന്നേ ആരൊക്കെയോ ചെയ്തൊരു തെറ്റാണ് അവർ അനുഭവിക്കുന്നത്. അപ്പം
ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ഇത് നശിപ്പിക്കാതെ വെക്കാൻ പറ്റും, ഇങ്ങനെ ഇനി കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് അങ്ങനത്തെ കുറേ ചിന്തകൾ. അതല്ലെങ്കിൽ എൻ്റെ ഈ വാശി ബഹളം, അമ്മോട് അടികൂടുന്നത്, എനിക്കത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഈ പറയണ പോലെ എനിക്കൊരു സാധനം കിട്ടിയില്ല എന്നുള്ള എൻ്റെ പരാതിയൊക്കെ അതോടുകൂടെ തീർന്നു. പിന്നെ എനിക്ക് ജീവിതത്തിൽ പരാതി തോന്നിയിട്ടില്ല. ഞാൻ എല്ലാം സന്തോഷം, എനിക്കുള്ളതെല്ലാം നല്ലതെന്ന് വിചാരിച്ച് തുടങ്ങിയത് ഈ യാത്രയിലാണ്. അപ്പം നമ്മൾ തീരുമാനിച്ച് നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരെ, തൊട്ടപ്പുറത്ത് പോയാൽ മതി, എന്തെങ്കിലുമൊക്കെ കാണും. ഇപ്പം നമ്മളുടെ ഒരു വീവിങ് സ്ഥലത്ത് പോവുകയെ അല്ലെങ്കിൽ ഒരു ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം മാമിൻ്റെ അടുത്ത് പറയുമ്പോൾ ആക്ച്വലി ഇത് വേറൊരു രീതിയിലായിരിക്കണം ചോദിക്കണം. മാം ഒരു മദറാണ്, അപ്പോൾ എങ്ങനെയാണ് അതൊന്ന് നാവിഗേറ്റ് ചെയ്തത്? ബേസിക്കലി ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് സൊസൈറ്റി എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയും, അപ്പം അതെങ്ങനെ? അതായത് പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫാമിലിയിൽ കൺവിൻസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കാരണം മദറാണെങ്കിലും ഫ്രം മൈ വെരി യങ് ഏജ് എനിക്ക് ഇൻഡിപെൻഡൻസ് ആണ് തന്നിട്ടുള്ളത്. ഞാൻ ആലപ്പുഴയാണ്, വളരെ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു വളരെ കൊച്ചു ടൗണാണ്. പക്ഷേ അവിടെ പോലും എനിക്ക് സ്കൗട്ട്സ് ഗൈഡ്സിൻ്റെ എല്ലാ ക്യാമ്പുകളിലും, അത് ഔട്ട് സ്റ്റേഷൻ ആണെങ്കിലും എല്ലായിടത്തും പോകാനും ഉള്ള ഫ്രീഡം തന്നുകൊണ്ട് ഒരിക്കലും ഒരു ഇൻഡിപെൻഡൻസിൻ്റെ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു. പിന്നെ മദറാണെങ്കിലും ഈ യാത്രയുടെ കാര്യത്തിലാണെങ്കിലും അമ്മ എപ്പോഴും സപ്പോർട്ടീവാണ്. എനിക്കൊരു സ്പെഷ്യൽ ചൈൽഡാണുള്ളത്. അപ്പം അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഉള്ളിടത്തോളം കാലമേ അവളെ ഇങ്ങനെ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ, നിനക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദാറ്റ് കൈൻഡ് ഓഫ് സപ്പോർട്ടാണ് എനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യു ട്രാവൽ, വാട്ട് എവർ യു ലൈക്ക് യു ഡൂ ഇറ്റ് എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും പറയുന്നത്. ലൈക്ക് ഇത്രയും നാൾ നീ വർക്ക് ചെയ്തു, നൗ ഇഫ് യു വോണ്ട് ടു ട്രാവൽ, ഇഫ് യു വോണ്ട് ടു ഡൂ സംതിങ് യു ഡൂ ഇറ്റ് എന്നുള്ള പറയുന്ന ആ രണ്ട് സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി. പിന്നെ ഏറ്റവും പ്രോബ്ലമാറ്റിക് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മൾ വർക്കിംഗ് സ്പേസിൽ നിന്നാണ്. ഒന്ന് പീപ്പിൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ 40 വയസ്സ് വരെ യാത്ര എന്ന് പറയുന്നത് വേസ്റ്റ് ആയിട്ട് കണക്കാക്കിയിരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോഴും അത് മാറാൻ പാടായതുകൊണ്ട് കോളേജിൽ നിന്നൊക്കെ ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്തു. പിന്നെ വന്ന് വർക്ക് ചെയ്താലും എപ്പോഴും നമുക്കൊരു സ്റ്റിഗ്മയാണ്, ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാൾ എന്നുള്ള സ്റ്റിഗ്മ. ബട്ട് ഐ ഹാവ് നെവർ ട്രൈ ടു ആരോടും പോയി ഇതിൻ്റെ നല്ല വശങ്ങളോ മോശം വശങ്ങളോ ഒന്നും പറയാറില്ല. ആദ്യം ഞാൻ ലീവ് എടുത്ത് ട്രാവൽ ചെയ്യുമായിരുന്നു. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം സർക്കാർ ശമ്പളവും വാങ്ങിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളൊരു എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തൽ വന്നപ്പോഴാണ് ഞാൻ ശരി ലോസ് ഓഫ് പേ തന്നെ എടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തത്. ബട്ട് ഞാൻ ഇന്നത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ആ ഡിസിഷൻ വാസ് നോട്ട് ഈസി. പക്ഷേ അതെടുത്തത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്റ്റിഞ്ചൻ്റായിട്ട് എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു. കാരണം നമുക്ക് ഉണ്ടാക്കിയ ഒരു സേവിങ്സ് വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പം അപ്പോഴാണ് ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ട്രാവൽ. കാരണം എല്ലാം ലോക്കൽസിൻ്റെ വീട്ടിൽ പോയി താമസിക്കുക, വില്ലേജസിലാണ് കൂടുതലും വില്ലേജസിൽ പോവുക. പിന്നെ ഏറ്റവും ലോക്കൽ ട്രാൻസ്പോർട്ട് അതൊക്കെ തന്നെ ചിലപ്പം 18, 19, 20 മണിക്കൂറൊക്കെ ഞാൻ ബസ്സിലിരുന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കഷ്ടപ്പെട്ടുള്ള ട്രാവൽ വരുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട്, എൻ്റെ സൈക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ദാറ്റ് കൈൻഡ് ഓഫ് ബഡ്ജറ്റ് ട്രാവൽ ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. റൈറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് മാം നാവിഗേറ്റ് ചെയ്യുന്നത്? ഇപ്പം ബേസിക്കലി നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ അത് മെയിൽ ഡോമിനേറ്റഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരുന്നൊരവസ്ഥ ചില സ്ഥലങ്ങളിലെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് മാം നേരത്തെ റീസെർച്ച് ചെയ്യുമോ? എങ്ങനെയാണ് ആ ഒരു എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മൾ കേരള അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ശരി. കാരണം അവർ വളരെ ക്യൂരിയസ് ആണ് സംബഡി ഈസ് ട്രാവലിംഗ് എന്നുള്ളത്. അപ്പോൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും യു ഗെറ്റ് ദ സെയിം റെസ്പോൺസ്. എപ്പോഴെങ്കിലും അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്തു? ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്ന ട്രാവൽ ആഫ്രിക്കയായിരുന്നു. ആദ്യമായിട്ട് ആഫ്രിക്കയിൽ പോകുമ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും ടെൻഷൻ. കാരണം നമ്മൾ ആരോട് ആഫ്രിക്കയിൽ പോകുന്നു എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരു ബാഡ് സ്റ്റോറി പറയാനുണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്തോ ഒരു വലിയൊരു സംഭവം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം എത്യോപ്യയിലാണ് പോകാൻ പ്ലാൻ. ഇപ്പം ഭയങ്കര ടെൻഷൻ. ഒരു 2 വർഷമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് എത്യോപ്യ പോകണോ വേണ്ടിയോ എന്ന്. അപ്പോഴാണ് ഞാൻ വളരെ യാദൃശികമായിട്ട് അരുണിമ ബാക്ക് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഞാൻ ഈ കിളവിയായിട്ട് ഇവിടെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്രയിൽ. അവരാണെങ്കിൽ ഇത്ര ചെറുപ്പമാണ്, സൈക്കിളും എടുത്തിട്ട്. അപ്പോൾ ദാറ്റ് വാസ് വെരി ഇൻസ്പയറിങ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഇൻസ്പയർ ചെയ്യും ഓൺ ദ വേ. അപ്പം പിന്നെ ആഫ്രിക്കയിൽ അങ്ങനെ
എന്താണ് നമ്മുടെ ചോദ്യം തരുന്നത്? അല്ല ബേസിക്കലി അൺസേഫ് ആയിട്ട് ഫീൽ അപ്പോൾ ചെയ്തിട്ടുണ്ടോ ആഫ്രിക്ക, പക്ഷേ ഞാൻ ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇറ്റ് വാസ് നോട്ട്, ഒരു പ്രശ്നവുമില്ല നമുക്ക്. കാരണം ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ ഒഴിച്ചാൽ നമ്മളെ വളരെ സേഫായിട്ടാണ്. എനിക്ക് ഒരുപക്ഷെ ഞാൻ ഇന്ത്യയിലൊരു സ്ഥലത്ത് വെളുപ്പിനെ ഒരു 5 മണിക്ക് പോയി ഇറങ്ങി അവിടെ ഒരു ഓട്ടോ പിടിക്കാൻ ഞാൻ ധൈര്യം കാണിക്കത്തില്ല. പക്ഷേ ആഫ്രിക്കയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിച്ച് കൂട്ടുന്നതാണ് ആ പ്ലേസ് സേഫ് അല്ല എന്നുള്ളത്. നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ അറിയാം ഇറ്റ്സ് മച്ച് സേഫർ ദാൻ നമ്മളിവിടെ ഉള്ളതിനേക്കാളും സേഫായിട്ടാണ് തോന്നിയിട്ടുള്ളത്. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണോ അതോ ആ ഒരു ഒറ്റ മൈൻഡിൽ പോയിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന സിസ്റ്റമാണോ? എങ്ങനെയാണ് ഗൗരി ട്രാവൽ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് സാമാന്യം നന്നായിട്ട് റിസർച്ച് ചെയ്യാറുണ്ട്. ഓക്കെ. അതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോന്നാണ് യാത്ര. നമുക്ക് ചിലർക്ക് ഇപ്പോൾ അത് ട്രെക്കിംഗ് ആയിരിക്കാം, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി തേടി പോകുന്നതായിരിക്കാം, മറ്റു ചിലർക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക് പാക്ക് ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് പോകുന്നതായിരിക്കാം. ശരി. ആക്ച്വലി ഒരു യാത്രികൻ അല്ലെങ്കിൽ യാത്രികയ്ക്ക് ഒരു ഡെഫിനിഷനിൽ നമുക്ക് ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആകെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്ക് എന്താണോ ആ സ്ഥലത്ത് നിന്ന് വേണ്ടത്, ആ സ്ഥലം എന്താണോ നമുക്ക് ഓഫർ ചെയ്യേണ്ടത്, അതാദ്യം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി, മനുഷ്യർ, അവരുടെ ആ ഒരു അവിടുത്തെ കമ്മ്യൂണിറ്റീസ് എങ്ങനെ കഴിയുന്നു, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്ന സാധനമാണ്. എനിക്ക് ബേസിക്കലി എപ്പോഴും എൻ്റെ ഒരു മോട്ടോ അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം കഥകളാണ്. നമ്മൾ ഈ അനുഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഇന്ന് ഭയങ്കര സങ്കടപ്പെടുന്ന കാര്യങ്ങൾ 2 വർഷം കഴിയുമ്പോൾ വെറും ഒരു കഥയായിട്ട് മാത്രം മാറുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കഥകൾ തേടി പോകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലം അത് കടന്നു വന്ന വഴികൾ, ആരൊക്കെ ഭരിച്ചു, ആരൊക്കെ കീഴടക്കി, ആരൊക്കെ എന്തൊക്കെ അവിടെ കെട്ടിപ്പൊക്കി, എന്തൊക്കെ വീണടിഞ്ഞു, ഇതെല്ലാം അറിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി. അത് വെച്ച് ഞാനൊരു പ്ലാൻ തയ്യാറാക്കും. ആദ്യം ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കും. ശേഷം ഒരു 3-4 ദിവസം എക്സ്ട്രായും കൂടെ ഞാൻ കൊടുക്കും. ഈ പറഞ്ഞ പോലെ അവിടെ വെച്ച് എനിക്ക് പലപ്പോഴും തോന്നുന്നു നമ്മളൊരു സ്ഥലത്തെ കാണുന്നതിനപ്പുറം ആ സ്ഥലവും നമ്മളെ കാണാൻ ആഗ്രഹിക്കാറുണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടുന്ന് ആരെങ്കിലും ഡിറക്റ്റ് ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിലോട്ട് പോകാനുള്ള ഭാഗ്യം എനിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കണക്കിലെടുത്താണ് ഒരു യാത്രയുടെ പ്ലാനിങ് സംഭവിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് നോക്കാറുണ്ട്, എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്നാണ്, ട്രെയിൻ നെറ്റ്വർക്ക് ഉണ്ടോ, ഇതെല്ലാം നോക്കാറുണ്ട്. പക്ഷേ ഇതിനപ്പുറം ഈ പറഞ്ഞ പോലെ മെയിൽ ഡോമിനേറ്റഡ് ആണ് നമ്മുടെ റോഡുകൾ എന്നെനിക്ക് തോന്നിയിട്ടില്ല. വളരെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, വളരെ ഫീമെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കും. അതിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി. ഇപ്പം നോർത്ത് ഈസ്റ്റിലോട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഫീമെയിൽ ഡോമിനേറ്റഡ് ആണ്. ബാലി ഒരു ഫീമെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. അപ്പോൾ സ്ത്രീകൾ ഇറങ്ങി തുടങ്ങിയാൽ മാത്രമേ അതിനനുസരിച്ച് ആ സ്ഥലം അല്ലെങ്കിൽ ആ ഒരു പ്രദേശം സേഫായി മാറത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം ഒരിക്കലും നമ്മൾ ഇറങ്ങി, അതായത് സേഫാണോ, ഈ ട്രാൻസ്പോർട്ടേഷൻ സേഫാണോ, അങ്ങനത്തെ ചിന്തകളൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതെൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഇതുവരെയുള്ള യാത്രകളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും. നമ്മളൊരു ഒരു പ്രൈമറി അല്ലെങ്കിൽ ഇനിഷ്യൽ ലെവൽ ഓഫ് പ്ലാനിങ് ഡെഫിനറ്റ്ലി ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് വേണം. ആ സ്ഥലം എന്താണ്, അല്ലെങ്കിൽ മനുഷ്യരെന്താണ്, അവിടെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മൾ ചെയ്യാതിരിക്കും. ഒരു സ്ഥലത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മിനിമം ബഹുമാനമുണ്ട്. അത് അറിഞ്ഞ് കണ്ട് പോവുക എന്നതിനപ്പുറം ബാക്കിയെല്ലാം വഴിയേ വന്ന് ചേരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തിയറി. റൈറ്റ്. അപ്പോൾ ഇൻറ്റ്യൂഷൻ വെച്ച് ട്രാവൽ ചെയ്യുന്ന ട്രാവലേഴ്സ് ആണ് നിങ്ങൾ 3 പേരും. അനുമോൾ? ഞാൻ ഈ പറയണ പോലെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവാറുണ്ട്, പക്ഷെ എനിക്ക് നടക്കാറില്ല. ഞാനിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു നല്ല സിനിമ വരിക. അപ്പോൾ എൻ്റെ ആ ട്രിപ്പ് കൊളാവും, ഞാൻ സിനിമ ചെയ്യും. എന്താ വെച്ചാൽ അതാണല്ലോ നമ്മുടെ അന്നദാതാവ്. അപ്പോൾ അത് കാരണം ഞാൻ ആ സിനിമ ചെയ്യാൻ പോകും. പക്ഷേ ഇപ്പം ചില സ്ഥലങ്ങൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കാശി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിലുള്ള, വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഗ്യാദർ ചെയ്ത് വെച്ച് കുറേ ഇൻഫർമേഷൻസ് എൻ്റെ ഉള്ളിലുണ്ട്. ഏത് വർഷമാണെന്ന് എനിക്കറിയില്ല, 2009-10 ആയിരിക്കും. അപ്പം ബനാറസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനപ്പോൾ ചാനലിൽ വർക്ക് ചെയ്യുമ്പം ഞാൻ അതിൻ്റെ ക്രൂനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ പി സുകുമാർ അതിൻ്റെ സിനിമാട്ടോഗ്രാഫർ ഉണ്ട്. സുഖുവേട്ടൻ ഭയങ്കര കൊതിപ്പിക്കൽ, ഭയങ്കര കഥ പറച്ചിൽ, ബനാറസിനെ പറ്റി പറഞ്ഞു തീരുന്നില്ല. എന്നിട്ട് എന്നോട് ഒരു ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബിൽഡപ്പ്.
ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ വീട്ടിൽ ഭയങ്കര ഡ്രാമ, കാശിക്ക് പോകാനൊന്നും പ്രായമായിട്ടില്ല, എന്താ ഈ ചെയ്യണത് എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഭയങ്കര ഡ്രാമ. ടിക്കറ്റ് ബുക്ക് ചെയ്ത ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത എൻ്റെ കാശി ബുക്ക് ചെയ്യുന്നത് 2019 ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വേറെ ഉദ്ദേശത്തിലാണ്. ആരും തെറ്റിദ്ധരിക്കരുത്, എനിക്കൊരു പ്രേമുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് വാളം വെച്ചിരിക്കുന്ന സമയത്ത് അവൻ വരരുത്, അവൻ ഒരു ബർത്ത്ഡേക്കും എന്നെ വിഷ് ചെയ്യാറില്ല, മറക്കും. അപ്പം ഈ ബർത്ത്ഡേക്ക് അവൻ വിചാരിച്ചാലും എന്നെ വിഷ് ചെയ്യാൻ പറ്റരുത് എന്ന് വിചാരിച്ചിട്ട് എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലത്ത് പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ കാശിക്ക് ബുക്ക് ചെയ്തു. അപ്പോൾ എന്താ നടന്നെച്ചാൽ CAA പ്രൊട്ടസ്റ്റ് നടന്നിട്ട് അവിടെ സെഷൻ 144 ഹോട്ടലിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആ ട്രിപ്പ് ഞാൻ ശ്രീലങ്കയ്ക്ക് പോയി. അങ്ങനെ ഫൈനലി കഴിഞ്ഞ വർഷമാണ് ഞാൻ കാശിക്ക് പോയത്. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഞാനിങ്ങനെ ഓർത്ത് വെച്ച് കരുതി വെച്ച കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു കോണ്ടാക്റ്റ് ഒപ്പിക്കാൻ നോക്കാറുണ്ട്. അപ്പം ഞാൻ നമ്മുടെ സിനിമയിലെ ആളുകൾ ആരൊക്കെ കാശിയിൽ ഷൂട്ട് ചെയ്തു ആ സിനിമയൊക്കെ നോക്കുന്നു. അടുത്ത കാലത്ത് ആരാണ് കാശിയിൽ ഷൂട്ട് ചെയ്തത്, ആ മാനേജറെ വിളിക്കുന്നു, ചേട്ടാ ലോക്കൽ കോണ്ടാക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു ബിജു എന്ന് പറഞ്ഞൊരു ലോക്കൽ കോണ്ടാക്ട് ചേട്ടൻ എനിക്ക് കണക്ട് ചെയ്ത് തന്നു. ഞാൻ എന്നിട്ട് ആ ചേട്ടനെ വിളിച്ചു, ചേട്ടാ ഞാൻ വരുന്നുണ്ട്, ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല, പ്രശ്നത്തിൽപ്പെട്ടാൽ ഞാൻ വിളിക്കും, ഒന്ന് എടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. ഞാൻ ഹോട്ടലൊക്കെ റിവ്യൂ ഉള്ള ഹോട്ടൽ നോക്കി കണ്ടുപിടിക്കണു. പിന്നെ ആ ഹോട്ടലുകാരും അവിടുത്തെ സ്റ്റാഫുമാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലേക്കും. അങ്ങനെ പിന്നെ ഞാൻ ആകെ ചേട്ടനെ വിളിച്ചത് എനിക്ക് ബലിയിടാൻ ഒരാളെ തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ പുള്ളിയെ വിളിച്ചിട്ടുള്ളത്. പുള്ളിയാണെങ്കിൽ എനിക്കൊരു മലയാളി പണ്ഡിതനെ തന്നെ തരുകയും ചെയ്തു. അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ പറയണ പോലെ സ്കൂൾ പഠിക്കണ കാലം തൊട്ടിട്ട് 2 സ്ഥലങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ കാണണം അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത 2 സ്ഥലങ്ങളിൽ ഒന്ന് ഹൗറ ബ്രിഡ്ജും ഒന്ന് കൊണാർക്ക് ടെമ്പിളുമാണ് ഒറീസയിൽ. കൊണാർക്ക് ടെമ്പിളിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഹൗറ ബ്രിഡ്ജിൽ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകും. ഞാൻ ഫസ്റ്റ് ടൈം ഹൗറ ബ്രിഡ്ജിൽ പോയി നിന്നപ്പം നമ്മളുടെ ആ സ്കൂൾ പഠിക്കുന്ന എൻ്റെ ആ ചെറിയ കുട്ടി അനുമോള് ആദ്യമായിട്ട് ഹൗറ എന്ന് കേട്ടതും ആ ബ്രിഡ്ജിനെ പറ്റി നമ്മൾ ടീച്ചർമാർ ഭയങ്കര ബിൽഡപ്പ് തരുമല്ലോ പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്ന് ഞാൻ അവിടെ നിന്ന് കരയുക. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര എംപവറിങ് ആയിരിക്കും അല്ലേ? ഞാൻ അച്ചീവ് ചെയ്തു. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചോ എനിക്ക് തോന്നുന്നു 4ലോ 5ലൊക്കെയാണ് നമ്മൾ ഹൗറ ബ്രിഡ്ജിനെ പറ്റി കേൾക്കുന്നതെന്ന് തോന്നണു. അപ്പം അന്നത്തെ അനുമോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനത് കാണുന്നുള്ളത്. ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ അത് കാണൂന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ അവിടെ എത്തി, ഞാൻ അതിൻ്റെ മേലിൽ നിൽക്കുന്നു എന്നൊക്കെ ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കുകയും അതിൻ്റെ ഒരു കരച്ചിലും എന്നോട് എല്ലാവരും അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ താഴെ ഫ്ലവർ മാർക്കറ്റാണ്, ഏറ്റവും ബിസിയസ്റ്റ്, ഐ തിങ്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റാണത്. അപ്പം ഭയങ്കര ബഹളവും ലഹളയൊക്കെയാണ്. അപ്പം ഈ സേഫായിട്ട് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ മുഴുവൻ എനിക്ക് തോന്നുന്നു അവിടെയുള്ള ലോക്കൽ മലയാളികളൊക്കെ എന്നോട് പറഞ്ഞത് അങ്ങോട്ട് പോരുത്, ഭയങ്കര കച്ചറ സ്ഥലമാണ്, അങ്ങനെയാണ് പറയുന്നത്. മാർക്കറ്റ് ആയതുകൊണ്ടും കലവിലെ ബഹളമായതുകൊണ്ടും ഒക്കെയാണ് അങ്ങനെ പറയണത്. എനിക്കിപ്പോഴും കൊൽക്കത്തയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അവിടെ പോവാൻ. മഴ പെയ്ത് ചെളിപിടിയാകുമ്പോൾ മാത്രം ഒരു ലേശം മടിയാണ്, പക്ഷേ ഭയങ്കര കളർഫുള്ളും ഭയങ്കര ലൈഫും പലതരം മനുഷ്യരും പല മുഖങ്ങളും. ഓരോ പൂക്കച്ചവടക്കാരനും ഓരോ മുഖഭാവമാണ്. ചിലർ ഭയങ്കര എക്സൈറ്റഡ്, ചിലർ ഭയങ്കര അഗ്രസീവ്, ചിലർ ഭയങ്കര ശോകം, ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഓക്കെ അല്ലേ എന്നൊക്കെ ഞാൻ പോയി ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സേഫ്റ്റി പ്രശ്നം തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു ട്രാവലാണ് എൻ്റെ. ഞാൻ ആ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോണ ഒരാളാണ്. പിന്നെ എനിക്ക് ഈ പറയണ പോലെ ഹിസ്റ്ററി അറിയാൻ ഇഷ്ടമാണ്, അവരുടെ ഒരു കൾച്ചർ അറിയാൻ ഇഷ്ടം, ജനങ്ങളുടെ ജീവിതം അറിയാൻ എനിക്ക് പൊതുവേ താല്പര്യമാണ്. കഥകൾ കേൾക്കാനും കഥകൾ പറയാനും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അത് കാരണം ഭാഷയൊന്നും അറിയില്ലെങ്കിലും ഞാൻ നല്ലോണം സംസാരിക്കും എല്ലാവരോടും, അവരെന്നോടും സംസാരിക്കും. ചോദിക്കാൻ വരരുത് എങ്ങനെ അത് നാവിഗേറ്റ് ചെയ്യുന്നു ഭാഷ അറിയാതെ? എനിക്കറിയില്ല. ഞാൻ ഇപ്പം കോങ്തോങ് എന്ന് പറഞ്ഞൊരു വില്ലേജിൽ, വിസ്ലിംഗ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മേഘാലയയിൽ ഒരു എന്താ പറയുക മനുഷ്യരെത്താത്തൊരു സ്ഥലത്താണ് അവർ ജീവിക്കുന്നത്. അവരെ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ 15-20 വർഷമായിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് മനുഷ്യർ അവിടെ ജീവിക്കുന്നുണ്ട് എന്ന് തന്നെ അറിയാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ 2018 അവരെ കാണാൻ പോകുന്നത്. എൻ്റെ കൂടെ 2 ഫിലിം മേക്കേഴ്സും ഉണ്ട്. ഞാനന്ന് ഗുവാഹട്ടി ഫിലിം ഫെസ്റ്റിവലിന് ഗസ്റ്റായിട്ട് പോയപ്പം അവിടുന്ന് ഒരു ഫിലിം മേക്കർ പറഞ്ഞത് കേട്ടിട്ട് വണ്ടിയും പിടിച്ച് പോയതാണ് അങ്ങടേക്ക്. അപ്പം എൻ്റെ കൂടെ വന്ന 2 മനുഷ്യർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ചേച്ചിമാരോടൊക്കെ വർത്താനം പറഞ്ഞ അടുക്കളയിലൊക്കെ പോയി ഞങ്ങൾക്ക് ഫ്രൈ ഒക്കെ ചെയ്യാൻ തുടങ്ങി, പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ട്. അപ്പം എന്തോ അറിയില്ല, എനിക്ക് ആളുകളിലൊരു വിശ്വാസവും അവർക്ക് എൻ്റെ മേലും ഒരു വിശ്വാസം വരാറുണ്ട് എപ്പോഴും. പിന്നെ മിക്കപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കാണുന്ന ഫോട്ടോസൊക്കെ എന്നോട് ചോദിക്കും നീ നടക്കണോടെ ഫോട്ടോഗ്രാഫറിയും കൊണ്ടാണോ പോവാന്ന് എല്ലാവരും ചോദിക്കും. ഇല്ല, ഞാൻ ഇപ്പോൾ കാശിയിലൊക്കെ ഫോട്ടോ മിക്കതും എൻ്റെ സെക്യൂരിറ്റി ചേട്ടനും അമ്പലത്തിലെ പൂജാരിയും അവരൊക്കെ എടുത്തു തന്നതാണ്. ഞാനിങ്ങനെ ഫ്രെയിമൊക്കെ പിടിച്ചു കൊടുത്തിട്ട് അവരോട് പറയും എൻ്റെ ബാഗ് പിടിക്കണേ, ഇത് ഫ്രെയിം ഇങ്ങനെ പിടിക്കണേ, ഒന്നും ഇടാൻ പറയാൻ മതി, അങ്ങനെയാണ്. അപ്പം
ആ ഒരു വിശ്വാസം എനിക്ക് എപ്പോഴും ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ശരി. ചില സ്ഥലങ്ങളിലൊക്കെ ചില നോട്ടങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പം അവർ എന്തുദ്ദേശത്തിലാണ് നോക്കണമെന്ന് എനിക്കറിയില്ല. മേ ബി ഈ നാട്ടുകാരി അല്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കുന്നത് കൂടെ ആവും. അപ്പം ഞാൻ വിചാരിക്കും ഇയാളെന്താ പെൺകുട്ടികളെ കണ്ടിട്ടില്ല, ഇയാളെന്താ മനുഷ്യരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യും. ചില നോർത്ത് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ. സേഫ്റ്റി പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ചിലത് ഞാൻ നോട്ടീസ് ചെയ്തത്, കൊൽക്കത്തയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ സ്ത്രീ കാർ ഓടിക്കുന്ന ആളുകളെ അധികം കണ്ടിട്ടില്ല. അവിടെ സ്ത്രീകൾ വണ്ടി ഓടിക്കാറില്ല എന്ന് തോന്നുന്നു അധികം. അവർക്ക് ഈ ജമീന്ദാർ കൾച്ചർ, അപ്പം വീട്ടിലൊരു ഡ്രൈവർ ഉള്ളതാണ് അവരുടെ ഒരു പ്രൗഡി എന്നൊക്കെ, അങ്ങനെ അവർ ബാക്ക് സീറ്റിലേ ഇരിക്കുള്ളൂ. അങ്ങനെയൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഋഷികേശിൽ പോയ സമയത്ത് അവിടെ സ്ത്രീകൾക്ക് വലിയ കാറ് കൊടുക്കില്ല പോലും. ഈ സ്ത്രീക്കാണോ ഈ കാറ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ചെറിയ തട്ടിയാലും മുട്ടിയാലും കുഴപ്പമില്ലാത്ത വണ്ടി ഓടിച്ചോളൂ, അങ്ങനത്തെ ഒരു ചിന്താഗതി അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരു സേഫ്റ്റി ത്രെട്ടൊന്നും ഒരു സ്ഥലത്തും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതൊരു ഒരു പ്രിവിലേജ് ട്രാവലർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചില കഥകളൊക്കെ കേൾക്കുമ്പം പേടിയും തോന്നാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ മനുഷ്യരും ഞാൻ കൊടുക്കുന്ന വിശ്വാസം എനിക്ക് തിരിച്ചും തന്നിട്ടുണ്ട്. എല്ലാം അങ്ങനത്തെ മുഖങ്ങളെയാണ് കണ്ടിട്ടുള്ളൂ. അതൊരു ധൈര്യമാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രാവലിംഗിൽ നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യുന്നത്? ഇപ്പം ഒത്തിരി പൈസ വേണം ട്രാവൽ ചെയ്യാൻ വേണ്ടി, ഒത്തിരി പൈസ വേണം എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണ് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യുന്നതും? ട്രാവൽ ചെയ്യാൻ ഒത്തിരി പൈസ വേണോ? നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് എവിടെ യാത്ര ചെയ്യാനായിട്ട് പറ്റും? മാം ഒരു ബാക്ക് പാക്കർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മാം ഇത് ചെയ്യുന്നത്? ഞാൻ ഇപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ബാഗിൻ്റെ അത്രയുള്ള ചെറിയൊരു ബാഗിലാണ് ഞാൻ സാധനങ്ങൾ എടുക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ലഗേജ് ഇല്ലെങ്കിൽ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സിന് ചാർജ് കുറയും. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ആഫ്രിക്കയിലാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഒന്നുകിൽ ടാക്സി ആയിരിക്കും, അല്ലെങ്കിൽ ബൈക്ക് ടാക്സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടാക്സി ആണെങ്കിൽ നമുക്ക് ഇത് കൂടും. അപ്പോൾ ബൈക്ക് ടാക്സി ആണെങ്കിൽ എനിക്ക് വലിയ ബാക്ക് പാക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ സ്കൂൾ ബാഗ് പോലത്തെ സാധനങ്ങളാണെങ്കിൽ അത് ബാക്കിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ 1 hour 2 hour ഒക്കെ നമുക്ക് ബൈക്കിൽ അവരുടെ കൂടെ ടാക്സിയിൽ പോകണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പിന്നെ ഈ ട്രാവൽ ആപ്സ് വഴി ലോക്കൽസുമായിട്ട് കണക്ട് ചെയ്യുക, അവരുടെ വീടുകളിൽ പോയി താമസിക്കുക. പിന്നെ അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് കുറേ അക്കോമഡേഷൻ കുറേ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഹോട്ടൽസിൽ നിൽക്കാറേ ഇല്ല, ഞാൻ ഹോസ്റ്റൽസിലാണ് കൂടുതലും താമസിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതെങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നത്? നല്ലപോലെ റിസർച്ച് ചെയ്യുമോ അതോ? നേരത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നല്ലോ, കാരണം ഹൗ ഡു യു പ്ലാൻ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ട്രാവലിന് ഈ യാത്ര ചെയ്യുന്നതിനേക്കാൾ സമയത്തെക്കാട്ടിലും കൂടുതൽ പ്ലാനിങ്ങിന് പോകാറുണ്ട്. കാരണം നമ്മൾ അത്രയും നന്നായിട്ട് എത്ര നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നോ അത്രയും നമുക്ക് ആ ട്രാവലിൽ നിന്നും നമ്മൾ ബെനിഫിറ്റ് ചെയ്യും. അതിപ്പം പോകുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, നമ്മൾ സേവ് ചെയ്യുന്ന പൈസ ആയിക്കോട്ടെ. കാരണം നമ്മൾ ആളുകളെ കോൺടാക്റ്റ് ചെയ്യുക, ഗൈഡ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നമുക്ക് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ അവിടെ പോയി തപ്പാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ടൈം വേസ്റ്റാണ്, രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ വെൽ പ്ലാൻഡ് ആണ്, ഇതിന് ഇത്ര രൂപയേ ഉള്ളൂ, ഇത്രയും ഞാൻ തരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതിൽ വേറെ ഇതില്ല. അപ്പം അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞൊരു 1-2 years ആയിട്ടാണ് ഭയങ്കരമായിട്ട് എൻ്റെ ചിലവ് കുറഞ്ഞു വന്നത്. ശരി. അപ്പം പിന്നെ മോനെ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു ലക്ഷറി എടുക്കരുതെന്ന് എനിക്ക് നിർബന്ധമാണ്. കാരണം ഞാൻ അവനോട് പറയുന്നത് അതാണ്. കാരണം ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ നിലത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നിനക്ക് ട്രാവൽ ചെയ്യാമെങ്കിൽ മാത്രമേ എൻ്റെ കൂടെ വരാവൂ. നിൻ്റെ തുണി നീ അലക്കണം, നിൻ്റെ ബാഗ് നീ പിടിക്കണം. അപ്പോൾ ഒരു 13 വയസ്സ് തൊട്ട് അവനിത് എഗ്രീഡാണ്. കാരണം അവൻ്റെ ബാഗ് അവൻ പിടിക്കും, അവൻ്റെ തുണി അവൻ അലക്കും. അങ്ങനെയാണ് അവൻ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഫേവറേറ്റ് ട്രാവൽ കമ്പാനിയൻ ആരാന്ന് ചോദിച്ചാൽ 100% മോനാണ്. കാരണം അത്ര സിങ്കായിട്ടാണ് നമ്മൾ ട്രാവൽ, ഒരു ഭയങ്കര ബോണ്ടിങ് ആണ്. എനിക്ക് എപ്പോഴും പേരൻസിനോട് പറയാൻ തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ മക്കളുമായിട്ട് ട്രാവൽ ചെയ്യുക. കാരണം അതൊരു വേറൊരു, കാരണം നമ്മൾ എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഇങ്ങനെ പ്ലാൻഡ് ടൂറല്ല, അല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാത്തതായിരിക്കും. ഇപ്പം ബസ് പിടിക്കാൻ പോയി, അപ്പം ആ ബസ് കിട്ടിയില്ല. അപ്പം പിന്നെ നമ്മൾ രണ്ടുപേരും കൂടാണ് ആലോചിക്കുന്നത് ഓക്കെ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം അവർക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഡെവലപ്പ് ചെയ്യുവാണ്. നമുക്ക് അപ്പം നാവിഗേഷൻ ആണെങ്കിലും ഇപ്പം അവനാണെങ്കിലും എടുത്തു വെച്ചിട്ട് ഓക്കെ അമ്മ ഇങ്ങനെ ഇവിടെ ഒരു ബസ്സുണ്ട്. അപ്പം അവർക്കും ആ എന്താ പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമ്മൾ
പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുകയാണ്. Right. അപ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം അതാണ്. മോനെ ഇത്രയും യാത്ര ചെയ്യിക്കാൻ പറ്റി, ഇത് ബാക്ക് പാക്ക് ചെയ്ത് യാത്ര ചെയ്യിക്കാൻ പറ്റി എന്നുള്ളതും അവനത് ഒരുപാട് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതുമാണ് എനിക്ക് ഏറ്റവും എൻ്റെ ട്രാവലിൽ സന്തോഷം തരുന്നൊരു കാര്യം. ദാറ്റ്സ് സോ സ്വീറ്റ്. ആള് വളർന്നു വരുമ്പോഴും ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആവും, എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് അല്ലേ. ട്രാവലിംഗ് ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഗൗരീനെ എത്രത്തോളം ട്രാവലിംഗ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യൂ പോയിന്റ്സ് എങ്ങനെയൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്? ഇപ്പം മാം പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ മക്കളെയും കൊണ്ട് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നൊരു കൾച്ചർ സത്യം പറഞ്ഞാൽ ഒരു പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു നെസസിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സൊസൈറ്റി അല്ല നമ്മുടെ. എന്തുകൊണ്ടോ പുറം രാജ്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഇയർ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. കോളേജിൽ ചേരുന്നതിന് മുമ്പ് ഒരു വർഷം ബാക്ക് പാക്ക് ചെയ്ത് പോകുന്നൊരു പരിപാടി. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഗ്യാപ്പ് ഇയർ എടുത്താൽ ആ കുട്ടി നേരിടേണ്ടി വരുന്ന സ്ക്രൂട്ടിനി എന്താണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഒഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ സമ്പാദിച്ച് കൂട്ടിയിട്ട് യാത്ര ചെയ്യാം എന്ന് കരുതുന്നവരാണ് പലരും. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് മാറണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു മാറ്റം അതാണ്. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു എക്സെംഷൻ ആണെന്നാണ്. അതായത് പലർക്കും യാത്ര ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഐ എം ദ ഓഡ് വൺ ഔട്ട് എന്നെനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു. പുറത്ത് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഈ ഒരു സംസ്കാരമാണ് അവിടുത്തെ ഒരു ഓടായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം പുറത്തെ എല്ലാവരും, അത് ഈ പുറത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തല്ല, കേരളത്തിന് പുറത്താണെങ്കിലും എനിക്ക് തോന്നുന്നു കുറേ കൂടെ ട്രാവലിംഗ് കൾച്ചറുണ്ട്, എസ്പെഷ്യലി ബംഗാളികളുടെ ഇടയിൽ. എൻ്റെ ഒരു സുഹൃത്ത് ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ് അവൾ. അവളെ ഞാൻ പി ജിയിൽ പരിചയപ്പെടുമ്പോൾ തന്നെ അവളൊരു 5-6 രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. പേരൻസ് രണ്ടുപേരും എംപ്ലോയിഡ് ആണ്, ബാങ്ക് എംപ്ലോയീസ് ആണ്. ഈ പറഞ്ഞ പോലെ സ്വത്ത് അങ്ങ് കുമിഞ്ഞുകൂടി കിടക്കുന്നവരൊന്നുമല്ല. അവർ ഒരു 1 BHK ഫ്ലാറ്റിൽ താമസിച്ച് ബാക്കി വരുന്ന സേവിങ്സിന് ഈ 2 മക്കളെയും കൊണ്ട് യാത്ര ചെയ്യുന്നതാണ് അവരുടെ ഒരു പരിപാടി. അപ്പോൾ ഈ കുട്ടിയെ ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് തന്നെ അവൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കണ്ടു കഴിഞ്ഞു, അതായത് ഇന്ത്യക്ക് നെയ്ബറിംഗ് ആയിട്ടുള്ള 5-6 രാജ്യങ്ങളും കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികൾ കുറേ കൂടെ ഹൗസ് പ്രൗഡാണ്. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു മുക്കാൽ നമ്മുടെ സേവിങ്സും ഈ പറഞ്ഞ പോലെ വീട് വെക്കുന്നതിലോ അല്ലെങ്കിൽ കാർ വെക്കുന്നതിലോ ഇൻവെസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ യാത്ര എന്ന് പറഞ്ഞൊരു പ്രിവിലേജ് ആയിട്ടാണ്, അതായത് പൈസ ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് കരുതുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്നതല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ജീവിതം പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗങ്ങളിലൊന്ന് യാത്ര തന്നെയാണ്. നമ്മളെ പഠിക്കാനുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം മനോഹരമായിട്ട് നടക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രയിലൂടെയാണ്. ആ ഒരു പ്രക്രിയ. കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഒരു ക്രൈസിസ് നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്ത് പോയാലും അതിനെല്ലാം അപ്പുറം, ആ പ്ലാനിങ്ങിനെല്ലാം അപ്പുറം എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസ് ആ ഒരു യാത്രയിൽ സംഭവിക്കും. അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും, നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അനു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ അക്കോമഡേറ്റിംഗ് ആവും, നമ്മൾ ക്ഷമ പഠിക്കും. എന്തുണ്ടെങ്കിലും അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് തന്നെ ഉണ്ടാവും. അപ്പം ഇത്തരത്തിലൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഒരു 180 ഡിഗ്രി തിരിവാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാം സെർവ്ഡ് ഓൺ എ പ്ലാറ്റർ ആയിരുന്നു എനിക്ക്. അതായത് ഈ ഒറ്റക്കുട്ടി എന്നുള്ളൊരു പ്രിവിലേജ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നതാണ് ഞാൻ. അപ്പം ഈ പോയിന്റ് A ടു പോയിന്റ് Bയിൽ അച്ഛൻ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരുന്ന മകളായിരുന്നു ഞാൻ. അപ്പം അതിനെല്ലാം അപ്പുറം എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നും എല്ലാം പഠിക്കുന്നു, ലൈഫ് സ്കിൽസ് പഠിക്കുന്നു, പുതിയ പുതിയ വ്യക്തികളെ പരിചയപ്പെടുന്നു. ഈ പറഞ്ഞ പോലെ എത്ര പേര് ഉണ്ടെന്നറിയോ റിമോട്ട് ജോബ്സ് ചെയ്യുന്നവർ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഓഫീസിലിരിക്കുക, ഒരു ഡെസ്കിലിരിക്കാതെ തന്നെ നമുക്ക് എത്രയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നു. അങ്ങനെ നമ്മൾ ജീവിതത്തെ കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റാനുള്ള ശേഷി യാത്രയ്ക്കുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പോൾ അനുവിൻ്റെ ക്രാഫ്റ്റിനെ എങ്ങനെയാണ് യാത്ര ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ആക്ടറാണല്ലോ. എൻ്റെ ക്രാഫ്റ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി ഞാൻ അറിയാണ്ട് കണ്ട പല മനുഷ്യരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. പല ബോഡി ലാംഗ്വേജ് ആയാലും രീതികളിലായാലും ഒക്കെ ചിലപ്പോൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആക്ടറിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു അനുമോൾ എന്നുള്ള പേഴ്സണെയാണ് യാത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു എനിക്ക് വളരെ അഭിമാനത്തോടെ ഭയങ്കര അഹങ്കാരത്തോടെ പറയാൻ പറ്റും, എന്നെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കിയത് യാത്രയാണ്. ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ വീടിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു വെച്ചാലും കോളേജിൽ പോകാനും ജോലിക്ക് പോകാനും വരെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു വീടാണ് എനിക്ക് മുമ്പുള്ള ആരും കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആരും അങ്ങനെ കോളേജിലൊന്നും പോയിട്ടില്ല. ജോലിക്ക് പോണത് പിന്നെ ആലോചിക്കുക വേണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം വളരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നമ്മളിങ്ങനെ ആ ഭാഷ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഒരു
പ്രൗഡായിട്ടൊരു അഭിമാനം നിറഞ്ഞിട്ടുള്ള ഒരു വീട്ടമ്മയായിട്ട് ജീവിക്കണം എന്നൊക്കെ കരുതുന്ന ആളുകളാണ് കൂടുതൽ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നു, കുറേ മനുഷ്യരെ കാണുന്നു. അതന്നെ എനിക്കൊരു വലിയ പ്രൗഡ് ഫീലിങ്ങും അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള ഒരു വലിയ വ്യത്യാസമാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തൊക്കെ ലോകത്തിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഇത്രയും വലിയ ലോകത്ത് എൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മളിപ്പം ഇതൊക്കെ വലിയ പ്രശ്നം എന്ന് കരുതുന്നൊക്കെ എത്ര പോലും ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവും, മനുഷ്യർ പല രീതിയിൽ പല അവസ്ഥകളിൽ എങ്ങനെയൊക്കെ ജീവിക്കുന്നു, ഇത്രയും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായാലും അവരെന്തോരം സന്തോഷത്തിൽ ജീവിക്കുന്നു, അങ്ങനെ കുറേ തിരിച്ചറിവുകൾ എനിക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഡോസൾഫാൻ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നമുക്കൊന്നും പരാതി പറയാൻ ഒരു അവകാശവും ഇല്ല ജീവിതത്തിൽ. അപ്പം അങ്ങനത്തെ ഒരുപാട് തിരിച്ചറിവുകൾ എനിക്ക് ഉണ്ടാക്കി തന്നു. അതല്ലെങ്കിൽ ഈ ചുറ്റുപാടിന് മണ്ണിനായാലും അതെത്ര ക്ലീനായി എത്ര വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ എത്ര നശിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന് വേറൊരു നല്ല സ്ഥലത്ത് പോയി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പം ഈ നാടിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ചിന്തകൾ തരിക. ഇപ്പം ഈ സാരി ഞാനൊരു യാത്രയിൽ ഇത് ഞാൻ തന്നെ ചെയ്ത സാരിയാണ്, ഇതിൽ ഓരോ കുത്തും ഞാൻ തന്നെ ഇട്ടതാ, കുറേ മിസ്റ്റേക്സ് ഇതിലുണ്ട്. ഞാനിപ്പോൾ ഋഷികേശ് പോയപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകൾ, എനിക്കറിയുന്ന ഒരു പെൺകുട്ടി, അവരെ ട്രെയിൻ ചെയ്ത് അതിൽ പലരുടെ കഥകളും ഭയങ്കര ട്രാജഡിയാണ്, നമുക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത അത്ര ട്രാജഡിയാണ് അവരുടെ ലൈഫിൽ. ഇപ്പം ഒരു പെൺകുട്ടിക്ക് 20 വയസ്സേ ഉള്ളൂ, ആ കുട്ടിക്ക് 3-4 മക്കളുണ്ട്, ആൽക്കഹോളിക്കാണ് ഭർത്താവ്, പട്ടിണിയാണ് മിക്ക ദിവസവും വീട്ടിൽ, അവർക്ക് കൂലി വേണ്ട, ഒരു ചാക്ക് അരി മതി, 1 കിലോ കിഴങ്ങ് മതി, ഇങ്ങനെ ചോദിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ആ പെൺകുട്ടികളെ ഞാൻ കണ്ടത്. ആ കുട്ടികൾ ഇവിടെ വന്ന് ഈ തൊഴിൽ പഠിച്ച് ഞാനിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത് വീഡിയോ പബ്ലിഷ് ചെയ്യും. അവരുടെ ഒരു കളിചിരിയും അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റും. അപ്പം ഈ ഡിസൈൻ അവർ ഇതുവരെ ചെയ്തിട്ടില്ല, ഇത് എൻ്റെ വാശിയാണ്. അപ്പം ഞാൻ ഈ സ്ത്രീയൊക്കെ വെക്കുന്ന സമയത്ത് ആ കുട്ടി പറയും ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ ചെരിച്ച് വെക്കണം എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ സാരിയാണ്, ഞാൻ തീരുമാനിക്കുന്നതൊക്കെ പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തും. അങ്ങനെ എൻ്റെ കൂടെ പുഷ്പ എന്ന് പറഞ്ഞൊരു സ്റ്റാഫാണ് ഇത് ചെയ്യാൻ, ഒരു കുട്ടിയെ ചെയ്യാണ്. അപ്പം പുഷ്പ പേരിട്ടു, ഇതിൽ വലുത് ഞാനും ചെറുത് പുഷ്പയാണെന്നൊക്കെ പേരൊക്കെ ഇട്ട് ഇതൊരു പ്രോസസ്സ് ഞാനിങ്ങനെ ചെയ്തുവേ. പ്ലെയിൻ തുണി, ഓരോ കുത്തും ഓരോ കളറും മതി, ഇതെല്ലാം നാച്ചുറൽ ഡൈസാണ്, നാച്ചുറൽ സാധനങ്ങളാണ്. ഈ പിങ്ക് കളർ മഞ്ചിഷ്ട എന്നാണ് കിട്ടുക. അങ്ങനെയൊക്കെ പഠിച്ചു, പുതിയ ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഈ സ്ത്രീകൾ അവരുടെ ജീവിതം പിടിക്കുന്നതും അവരവരുടെ ഫാമിലി ടേക്ക് കെയർ ചെയ്യുന്നതും അവരുടെ ഒരു സർവൈവൽ സ്റ്റോറിയൊക്കെ കാണുമ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ്ങും. അതിങ്ങനെ എല്ലാവരോടും പറയുകയും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന പോലെ ഞാൻ എവിടെ പോയാലും കാണിക്കുന്നത്, ഞാൻ ഇന്നലെ നിങ്ങൾ കണ്ടു കാണും. എനിക്ക് ആക്ച്വലി വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ജോസ്ലിനെ, നാളെ പറയും ഞാൻ ഈ സാരി ഉടുത്തിട്ടാണ് വരുന്നത്, ഞാൻ ഇവിടെ പോയിട്ട് വരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുമല്ല, ഞാൻ നടന്നു വരുന്ന വഴി എല്ലാവരോടും പറഞ്ഞു ഇത് ഞാൻ ചെയ്ത സാരിയാണ്. എല്ലാവരും എന്നെ കൊടുന്നു വിട്ട് ചേട്ടന് വരെ ഞാൻ കഥ പറഞ്ഞു കൊടുത്തു. അപ്പം അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുകയും അത് ആളുകളോട് ഇങ്ങനെയൊക്കെ ചെയ്യൂ, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യൂ, നിങ്ങൾക്ക് ഇതൊക്കെ ലോകത്ത് എന്തൊക്കെ കാണാനുണ്ട്, കുറേ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറയാനും. അപ്പം ആ ഒരു സർവൈവൽ സ്റ്റോറി, അപ്പം അത് കാണുമ്പോൾ എനിക്കൊരു 100 പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പം, ഇപ്പം തമിഴ്നാട്ടിലൊക്കെ കുറേ സ്ത്രീകളോട് ഞാനിങ്ങനെ പറയുമ്പം വീട്ടിൽ കുട്ടികളെയും മക്കളെയൊക്കെ നോക്കിയിരുന്ന സ്ത്രീകൾ മേക്കപ്പ് കോഴ്സ് പഠിക്കുന്നു, ഇനി അവരുടെ പാർലർ ഉദ്ഘാടനത്തിന് ഞാൻ വരണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ടൈലറിങ് പഠിച്ച് ടൈലറിങ് യൂണിറ്റ് ഇടുന്നു. ഒരു പെൺകുട്ടി എന്തോ 10 lakhs സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാം, ഞാനിങ്ങനെ ജോലിക്കാരിയായിട്ട് ജീവിക്കുകയായിരുന്നു, മാം വണ്ടി ഓടിച്ച് പോണ കണ്ടിട്ട് ഞാൻ വണ്ടി വാങ്ങി തന്നെ പോകാൻ തുടങ്ങി. അതുവരെ അച്ഛനും ആങ്ങളമാരും ഡ്രോപ്പ് ചെയ്തിരുന്നതെന്ന്. ഇപ്പം ആ കുട്ടി അടുത്ത ആഗ്രഹം പറഞ്ഞു, ഒരു കടയിടാൻ പോവാണ്, അത് മാം അപ്പം ഇങ്ങനെ ആളുകളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാനും അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഞാൻ കാണുന്ന ഓരോ സ്ത്രീകളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സച്ച് ബ്യൂട്ടിഫുൾ സ്റ്റോറീസ്. എനിക്ക് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിതാ ഇപ്പോൾ ഓഡിയൻസിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആണ്. യെസ്, എനിക്കിവിടെ വരുമ്പം അനു ചേച്ചിനെ മാത്രമേ അറിയത്തുള്ളൂ. അനു യാത്രയിലൂടെയാണ് ഞാൻ അറിയുന്നത്. എനിക്കിവിടെ ഒന്ന് സംസാരം കേട്ടപ്പോൾ എനിക്ക് എല്ലാവരെയും ഇഷ്ടപ്പെട്ടു. ശരിക്കും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം. എൻ്റെ പേര് സഫാന, ഞാനൊരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഒരു 21ാമത്തെ വയസ്സിൽ മെഡിസിൻ എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടുകാരൊന്നും അറിയാതെ ജേർണലിസം പഠിച്ച്, പിന്നെ ഇന്ന് ജേർണലിസം ഇല്ലാത്തത് കൊണ്ട് ഒരു എക്സ് ജേർണലിസ്റ്റായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു. പക്ഷേ ഈ യാത്ര എന്ന് പറയുന്നത്, ഞാൻ അനുയാത്രയൊക്കെ കാണുന്ന സമയത്ത് എനിക്കിതുപോലെ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് നേരിട്ട് ഇത് കേട്ടപ്പോൾ ഒരിക്കലും അനുമോളാകാനോ അനുവിനെ പോലെ ഇങ്ങനെ ചെയ്യാനോ പറ്റില്ല. കാരണം ഈ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് ഒരു കൂട്ടിൽ അകപ്പെട്ടതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു അവസരം കിട്ടിയാലും പറക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് മാറ്റാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര ഒരു വാല്യൂ ആയിരുന്നു ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു പോയിന്റിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് 3 പേരിൽ ആർക്കും പറയാം, കാരണം ആരുടെ പോയിന്റും എനിക്ക് ഇഷ്ടപ്പെടും.
ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തും അല്ല മോട്ടിവേഷൻ വിടാം, എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറക്കണം എന്ന് കുട്ടി തീരുമാനിക്കേണ്ട കാര്യമേ ഉള്ളൂ. നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ അത് മനസ്സിലാക്കിക്കോളും. നമുക്കാണ് ആദ്യം, നമ്മളാണ് നമ്മളെ ബോധിപ്പിക്കേണ്ടത്. എനിക്ക് പറക്കാൻ പറ്റും, എനിക്ക് പറന്ന് തിരിച്ചു വരാനുള്ള കഴിവുണ്ട്, എൻ്റെ ചിറകിന് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്ന് കുട്ടി വിചാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുറ്റുപാടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ചിന്ത. എനിക്ക് തോന്നുന്നു എല്ലാവരും സ്ത്രീകളാണ് ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാവരും. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു മണിക്കൂർ, ഭയങ്കര വാല്യുബിൾ ആയിട്ട് തോന്നി. എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്നവർ എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും സ്ത്രീകളാണ്, നമ്മളെല്ലാവരും ഒരേ ജീവിതം അനുഭവിക്കുന്ന ആളുകളായിരിക്കും. അപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒറ്റയ്ക്ക് പോകുന്നതാണോ, കൂട്ടം ഉണ്ടാവുകയാണോ, കൂടെ ആരെങ്കിലും ആവട്ടെ പക്ഷെ ഒരു കൂട്ടം ഉണ്ടാവുകയാണോ ശരിക്കും യാത്രയിൽ നല്ലത് എന്ന് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? കൂട്ടുള്ളപ്പോഴുള്ള യാത്രയും ഒറ്റയ്ക്കുള്ള യാത്രയും രണ്ടും രണ്ടാണ്. അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയും, തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലെങ്കിലും പോയി നോക്കണം. അത് നമുക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നെങ്കിലും അറിയാൻ നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കൽ പോയാൽ, ഒരു കാര്യം നമുക്ക് ട്രൈ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അത് നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നെങ്കിലും നമുക്ക് അറിയാൻ പറ്റൂ. ഒരു ബിരിയാണി ആണെങ്കിലും നമ്മൾ കഴിച്ചിട്ടാണ് നല്ലതാണോ അല്ലയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല ഒറ്റയ്ക്ക് പോയാൽ അൺസേഫാണ്, കൂടുതൽ അൺസേഫാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ കണ്ണിങ്ങനെ തുറന്ന് കാണാൻ ഒറ്റയ്ക്കുള്ള യാത്ര, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത് വളരെയധികം സഹായിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പരിചിതമായ ഒരു സാഹചര്യം, ഒരു വ്യക്തി, പരിചിതമായ ഒരു മുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഫോക്കസ് ഒരുപാട് ആ വ്യക്തിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മനുഷ്യർക്ക് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, നമ്മൾ കുറേ കൂടെ അപ്രോച്ചബിളാണ്. സ്ത്രീകളാണെങ്കിലും ശരി, ഒരു കട ചായക്കട നടത്തുന്ന ഒരു ചേട്ടനാണെങ്കിലും ശരി, ഇവർക്കെല്ലാം നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ അല്പം കൂടി നമ്മൾ ഒരു സ്പേസിനെ ഇൻട്രപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ അവർക്കില്ല. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾ പൊതുവേ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ അക്കോമഡേറ്റിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ നമ്മുടെ ശീലം അതാണ്, മറ്റുള്ളവരുടെ ഇഷ്ടവും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ കൂടെ ഒരാൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അയാളുടെ കംഫർട്ടും കൂടെ നമ്മൾ നോക്കും. നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ മാത്രം എടുത്തായിരിക്കില്ല നമ്മൾ ഐറ്റിനറി തയ്യാറാക്കുന്നത്. ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ പങ്കാളിക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ യാത്രയുടെ ഒരു റൂട്ട് അങ്ങ് മാറും. ഇത് നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ തോന്നുന്ന സമയത്ത് നമ്മൾ പോയി കാണുകയാണ്. ആ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അത് ഭയങ്കര ലിബറേറ്റിംഗ് ആയ ഒരു ആസ്പെക്റ്റാണ്. എല്ലാ ഡിസിഷൻസും നമ്മളാണ് എടുക്കുന്നത്. ആ ഡിസിഷൻസിൻ്റെ കോൺസിക്വൻസ് എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. ആ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് യാത്രയിൽ മാത്രം ചുരുങ്ങാതെ മറ്റ് പല മേഖലകളിലോട്ടും നമ്മളെ എത്തിക്കും യാത്രയിലൂടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ലാസ്റ്റ് പോയിട്ട് വന്നത് കാശ്മീരാണ്. എനിക്ക് ഈ യാത്ര ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തത് ഇന്ന് രാവിലെയാണ്. ഞാൻ ഇങ്ങോട്ട് വരാനിറങ്ങപ്പം അമ്മ എന്നോടൊരു പറഞ്ഞ കാര്യം, എടാ ഗുരുവായൂർ വരെ ഒന്ന് പോകണം, അപ്പം എൻ്റെ ഒപ്പം ഒന്ന് വരണം എന്നാണ്. എനിക്കത് അന്നേരം എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യം, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വയ്ക്കൂടെ എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് എൻ്റെ കുഴപ്പമാണോ അതോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ അതൊന്ന് പറഞ്ഞു തന്നിട്ട്. എനിക്ക് രാവിലെ മുതലേ അതിങ്ങനെ മനസ്സിൽ കിടന്ന് ഓടുവാണ്. ഞാൻ ബാക്കിയുള്ള ഹോളിലൊക്കെ കയറിയിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നിരുന്നപ്പോൾ എനിക്കിത് ചോദിക്കാനുള്ള കാരണം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതാണ് എന്നെനിക്ക് തോന്നി. ഇത് എൻ്റെ കുഴപ്പമാണോ? നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം നല്ലതും ചീത്തയും നമ്മുടെ തന്നെയല്ലേ റെസ്പോൺസിബിലിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ആവേണ്ടവളാണ്. അതായത് നമ്മൾ ഇപ്പം കൊച്ചു പിള്ളേരാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, ഇപ്പോൾ ആൺകുട്ടികൾ കളിക്കുന്ന കളികളായിരിക്കില്ല പെൺകുട്ടികൾ. അപ്പം പെൺകുട്ടികളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത്, ഓക്കെ അവരെ ആൺകുട്ടികൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ കോളേജിൽ പോകുമ്പോഴും എനിക്ക് അനുഭവങ്ങളുണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സാണ്, അതായത് ഗേൾസാണ് അതിൽ ഒരു 90% ഗേൾസിനെ ശരിക്കും നയിക്കുന്നതൊരു 4 ബോയ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് കണ്ടീഷനിങ് ആണ് നമ്മുടെ സൊസൈറ്റി നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഇപ്പം എൻ്റെ ഇപ്പം അമ്മയുടെ കാര്യം എടുത്താലൊക്കെ എനിക്ക് തോന്നുന്നത് ലൈക്ക് അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അവർ ലൈക്ക് ആരെങ്കിലും എന്നെ കൊണ്ടുപോകണം എന്നുള്ള. പക്ഷെ അത് നമ്മൾ കൊച്ചിലെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുവാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അല്ല പെട്ടെന്ന് ഒരു 60 വയസ്സായ ഒരാളോട് നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെൻ്റലി അവർക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല.
അല്ല അത് നമ്മുടെ കണ്ടീഷനിങ് ആണ് ഓഫ് കോഴ്സ്. നമ്മൾ കാരണം ഇപ്പം അത് നിങ്ങൾ നമ്മൾ തന്നെയാണ് ബ്രേക്ക് അതെ ചെയ്യുന്നത്. അതെ അതെ നമ്മളിപ്പോൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം 70 വയസ്സുള്ളവർ 80 വയസ്സുള്ള സ്ത്രീകളൊക്കെ തന്നെ പോകുന്നു, വാങ്ങിക്കുന്നു, അവർ യാത്ര ചെയ്യുന്നു, എല്ലാം തന്നെയാണ്. കാരണം അവർക്ക് വേറൊരാൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇല്ല എന്നുള്ളതും നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു ബോധം അവർക്ക് പണ്ടേ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും എനിക്ക് നമ്മുടെയൊക്കെ അമ്മമാരുടെ ഒരു ജനറേഷനെ ഇനി തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ആരുടെയും കുഴപ്പമല്ല. അത് അന്നത്തെ നോർമൽസിക്ക് അനുസരിച്ചാണ് അവർ ജീവിച്ചു പോന്നിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അമ്മ ഒരു കോളേജ് പ്രൊഫസറാണ്. അമ്മ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അമ്മയ്ക്ക് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്ന ഒരു ഹസ്ബൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒന്നിനും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു എൻ്റെ അച്ഛൻ. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് കോളേജിൽ പോയിട്ട് വരുന്നതൊഴികെ പോയിൻ്റ് എ ടു പോയിൻ്റ് ബി, അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, പോയിൻ്റ് എ ടു പോയിൻ്റ് ബി പോകണമെങ്കിൽ ഇപ്പോഴും ഞാനോ ആരെങ്കിലും വേണം. അതായത് അവർക്കൊരു കോൺഫിഡൻസ് കുറവാണ്. അത് ഈ പ്രായം കൊണ്ടുണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മയല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു 20 അല്ലെങ്കിൽ 25 ഇയേഴ്സ് വരെയുള്ളൊരു കണ്ടീഷനിങ്ങിൽ നിന്ന് അവർക്കിപ്പോഴും പുറത്തു വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്നൊരു ആസ്പെക്റ്റാണ്. എൻ്റെ അമ്മ ഒരു സ്ഥലം, ഞാൻ അമ്മയും കൊണ്ട് യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ അമ്മ ഒരു പുതിയ സ്ഥലം ഇങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാമെന്ന് വെച്ചൊരു വ്യക്തിയാണ് എൻ്റെ അമ്മ. അപ്പം എൻ്റെ അച്ഛൻ എന്നാൽ സാമാന്യം നന്നായിട്ട് യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. അച്ഛൻ്റെ ബാച്ചിലർ ലൈഫ് അച്ഛൻ നന്നായിട്ട് യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ ബുദ്ധിമുട്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നൊരു വീട്ടിൽ നിന്നാണ് എൻ്റെ അമ്മ വരുന്നത്. പഠിച്ച് അമ്മ നേടിയെടുത്തൊരു സ്വാതന്ത്ര്യമാണ് അമ്മകൾ. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ അന്ന് വളരെ റെബല്യസ് ആയ ഒരു കാര്യമാണ് ചെയ്തത്. അതായത് BSc കഴിഞ്ഞ് MScക്ക് പോകണ്ട എന്ന് പറഞ്ഞൊരു വീട്ടിൽ നിന്നാണ് അമ്മ MScയും B.Edഉം PhD ഒക്കെ എടുത്തത്. അപ്പോൾ അമ്മയുടെ പെർസ്പെക്റ്റീവിൽ അങ്ങനെ ഒരു റെബല്യൻ അമ്മ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഇന്നും ഒരു ചാലഞ്ച് തന്നെയാണ്. പക്ഷെ ഞാൻ ഒരുപാട് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ യാത്ര ചെയ്യുന്നത് ഇപ്പൊ കാണാറുണ്ട് കേട്ടോ. പല സ്ഥലത്തും ഞാൻ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു 60-70 വയസ്സിന് ശേഷമൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളെ ഞാനിപ്പോ കണ്ടു തുടങ്ങി, സ്ത്രീകളെയൊക്കെ. അത്തരത്തിൽ ഈ സീനിയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ട്രാവൽ ഏജൻസീസ് വന്നിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പേര് ഇപ്പം ഈ അടുത്തിടയ്ക്ക് എൻ്റെ അമ്മയും അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും എല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ ചെട്ടിനാട് പോയിട്ട് വന്നു. എല്ലാവരും ഈ പറഞ്ഞ പോലെ 70, 65 ആ റേഞ്ചിലുള്ള ആൾക്കാരാണ്. അപ്പം ഇവരെ എല്ലാം ഉത്തരവാദിത്തത്തോടൊരു സ്ഥലത്ത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞൊരു ഭാരിച്ച ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്ത് നടത്തി പോരുകയാണ്. അപ്പം ഇങ്ങനൊരു ഡെമോഗ്രഫിയിൽ യാത്ര ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ട് എന്ന് ഒരു റിയലൈസേഷൻ ഉണ്ടായി. അതിനെ ആ പ്ലാനിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറേയധികം നല്ല ട്രാവൽ ഏജൻസീസ് ഇപ്പോൾ ഉണ്ട്. അത് തീർച്ചയായിട്ടും അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗൗരിയുടെ യാത്രകൾ കണ്ട് യാത്രകളോടും ഇന്ത്യയോടും ഒരു പ്രത്യേക ചാരുതയുള്ളൊരു ഇഷ്ടം തോന്നുന്ന വ്യക്തിയാണ് ഞാൻ. വാരണാസിയും കൽക്കത്തയും ഞാൻ കോഫി ഹൗസിനോട് തന്നെ എനിക്കിപ്പോൾ വലിയൊരു ഈ ഓരോ കഥകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ചെന്നും പറയുന്ന കഥകളിൽ ഓരോ മനുഷ്യ ജീവിതങ്ങളുണ്ട്, അവരുടെ അനുഭവങ്ങളുണ്ട്, ഓരോ ഫുഡിന് പിന്നിൽ ഓരോ കഥകളുണ്ട്. എന്തുമാത്രം കഥകളാണ് നിങ്ങൾ പറയുന്നത്. ഒരുപാട് മനസ്സുകൾ കീഴടക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഏറ്റവും ഇനിയും എത്ര വട്ടം വേണമെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞ് എല്ലാവരെയും കാണിക്കാൻ ആഗ്രഹിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. കാരണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒരാൾ ആ ഒരു വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണെന്ന് തോന്നാറുള്ളൂ. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം വാരാണസിയാണത്. കാരണം ഞാൻ ഒരു 7-8 തവണയായിട്ട് വാരാണസിയിൽ പോയിട്ടുള്ള ആളാണ്. ഞാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ നാട്ടിലെ പരിചയക്കാരെക്കാട്ടിൽ കൂടുതൽ പരിചയക്കാർ വാരാണസിയിലുണ്ട്. എനിക്ക് അവിടുത്തെ ഓരോ ഗലികളും എനിക്ക് മനഃപാഠമാണ്. വാരാണസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ അതിപുരാതനമായ നഗരങ്ങളിലൊന്നാണ് വാരാണസി. അപ്പം ഇന്നും ഓരോ ഇടുക്കുകളിലും ഓരോ വളവുകളിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വാരാണസിക്ക് ഓഫർ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ അവിടെ ഒരു സങ്കല്പമുണ്ട്, രാംനാമി ബാങ്ക് എന്നും പറഞ്ഞൊരു സങ്കല്പമുണ്ട്. അതായത് അവിടെ നോട്ടുകൾക്ക് പകരം രാമനാമമാണ് എഴുതി കൊടുക്കുന്നത്. നമുക്ക് വളരെ കൗതുകം തോന്നുന്നൊരു കാര്യമാണത്. അതായത് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ
ഇതിൽ എഴുതി കൊടുക്കുന്ന രാമനാമങ്ങളാണ്. അവിടെ അഖാഡകളുണ്ട്, അതായത് ഗുസ്തി കാലങ്ങളായിട്ട് 600ഉം 700ഉം വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന അഖാഡകളുണ്ട്, ഗുസ്തി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ തവണയും നമ്മൾ പോകുമ്പം ഓരോ പുതിയ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ വരാറുള്ളത്. ഇനിയും വാരാണസിക്ക് ഒരുപാട് കാഴ്ചകൾ തരാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം വാരാണസിക്കപ്പുറം എനിക്കൊരു സ്ഥലമില്ല, എല്ലാ തവണയും തിരിച്ചു പോകുന്നൊരു സ്ഥലമാണ്. താങ്ക് യു, Beautiful, beautiful. ശീതൽ, താങ്ക് യു സോ മച്ച്. ശീതലിന്റെ അതേ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്കും നിങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ. ഭയങ്കര സന്തോഷമുണ്ട്. അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എത്ര കുട്ടികളെയാണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അത്രമാത്രം ഇംപ്രഷൻ നിങ്ങൾ ഓരോരോ കുട്ടികളിലും കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഐ എം വെരി ഓണേർഡ് ടു ബി ഹിയർ ടോക്കിംഗ് വിത്ത് യു ഓൾ.